Okay, good evening all. Today we'll be starting with quorum and all. Last class was relating to resolutions, types of resolutions, ordinary resolution, special resolution. Then we studied the contents of notice and to whom notice has to be sent. ആർക്കൊക്കെ നോട്ടീസ് അയക്കണം ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. സെക്ഷൻ 101 നോട്ടീസ്. ഇനി അങ്ങോട്ടുള്ള പ്രൊവിഷൻസ് കമ്പാരിറ്റീവ്ലി ഓർഡറിലാണ് സെക്ഷൻ. അറൗണ്ട് 101 മുതൽ ഓർഡറിലാണ്. 101 നോട്ടീസ്, 102 എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ്, ഇനിയിപ്പോൾ 103 കോറം, അങ്ങനെ ഓർഡറിലാണ്. അപ്പോൾ ഈ ഏരിയയിൽ സെക്ഷൻസ് പഠിക്കാൻ കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. അപ്പോൾ അത് അതേ ഫ്ലോയിൽ തന്നെ അങ്ങ് പഠിച്ചു പോവുക. So it will be very easy for you to remember. Okay, so you start from 96, 96 AGM, 98 and 99 default enfolding of AGM. Then it goes to 100 EGM, 100, 1, 2, 4 അതെല്ലാം EGM-ൻ്റെ അകത്ത് അവിടെ ഒരു 98 ഉണ്ട്. Then we will start with notice 101. Then 102 എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ ജനറൽ മീറ്റിങ്ങിലെ സെക്ഷൻസ് പഠിക്കാൻ കമ്പാരിറ്റീവ് എളുപ്പമാണ്. നമ്മൾ ഒറ്റ ഓർഡറിലാണ് പോകുന്നത്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് എ കമാൻഡ് ഓവർ ദാറ്റ്. നൗ കമ്മിങ് ടു ടുഡേയ്സ് ടോപ്പിക് ഈസ് കോറം. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആസ് ഫാർ എസ് സ്റ്റുഡൻസ് ഓഫ് എക്സിക്യൂട്ടീവ് പ്രോഗ്രാം ഈസ് കൺസേൺ. നമ്മൾ ബോർഡ് മീറ്റിങ്ങിൽ കോറം നോക്കിയിട്ടുണ്ട്. 1/3 or 2 whichever is higher, അതാണ് കോറമാണ്. ജനറൽ മീറ്റിങ്ങിൻ്റെ കോറം അങ്ങനെ കോംപ്ലക്സിറ്റീസ് ഒന്നുമില്ല. സ്ട്രെയിറ്റ് ആയിട്ടാണ് കോറം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു സ്ലാബ് സിസ്റ്റമായിട്ടാണ് പറഞ്ഞത്. കോറം എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഒരു മീറ്റിംഗ് തുടങ്ങാനായിട്ട് മീറ്റിങ്ങിന് വേണ്ടി മിനിമം റിക്വയർമെൻറ്റ് നമ്പർ ഇത്ര ആൾക്കാരെങ്കിലും അറ്റൻഡ് ചെയ്താൽ മാത്രമേ അതൊരു വാലിഡ് മീറ്റിംഗ് ആയിട്ട് കാണത്തുള്ളൂ. അതിനെയാണ് നമ്മൾ കോറം എന്ന് പറയുന്നത്. ബോർഡിൽ അത് 1/3 or 2 whichever is higher. അവിടെ ബേസ് കോറം, അഡ്വാൻസ് കോറം 2 കാറ്റഗറി പഠിച്ചു. ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കമ്പാരിറ്റീവ്ലി സ്ട്രെയിറ്റ് ആണ്. ഇവിടുത്തെ കോറം പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനിക്ക് 2 രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ബോർഡ് കോറത്തിൽ പബ്ലിക്കും പ്രൈവറ്റും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, ഒറ്റ കുറേ ഉള്ളൂ. പക്ഷേ ഇവിടെ കമ്പാരിറ്റീവ്ലി ഈ കോറം 2-നും 2ആണ്, പ്രൈവറ്റിനും പബ്ലിക്കിനും. അപ്പോൾ ആദ്യം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് പറയാം. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിന് എല്ലാ കാര്യങ്ങളും ബേസിക്സ് 2 ആണ്. മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് 2 ആണ്, ഡയറക്ടേഴ്സ് 2 ആണ്. അതുപോലെ കോറവും ഇവിടെ 2 ആണ്. 2 മെമ്പേഴ്സ് പേഴ്സണലി പ്രസൻ്റ് ആവണം. കോറത്തിൽ പ്രോക്സീസിനെ കൂട്ടത്തില്ല. ഞാൻ പണ്ട് ഡയറക്ടർ ബോർഡ് പഠിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ ബോർഡ് മീറ്റിംഗ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, ബോർഡ് മീറ്റിങ്ങിൽ പ്രോക്സി എന്നൊരു കൺസെപ്റ്റേ ഇല്ല. ഡയറക്ടർമാർ സ്വമേധയായിട്ടാണ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട്. അത് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ അറ്റൻഡ് ചെയ്യാം. പക്ഷേ പകരക്കാരന് വിടാൻ പറ്റത്തില്ല. കാരണം അതൊരു കോൺഫിഡൻഷ്യൽ മീറ്റിംഗ് ആണ്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന മീറ്റിംഗ് ആയിട്ട് തന്നെ എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് വേറൊരു വ്യക്തിയെ, ഒരു ഡയറക്ടറിന് വിടാൻ പറ്റത്തില്ല. പ്രോക്സി എന്നൊരു കൺസെപ്റ്റേ ബോർഡ് മീറ്റിംഗ് ഇല്ല. പക്ഷേ ജനറൽ മീറ്റിങ്ങിൽ അങ്ങനെയല്ല. നമ്മൾ കുറച്ച് കഴിഞ്ഞ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കും വരും ക്ലാസ്സുകളിൽ. ജനറൽ മീറ്റിങ്ങിനെ സംബന്ധിച്ചോളം നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പകരം വേറൊരാളെ കൊണ്ട് നമുക്ക് ഒട്ടിപ്പിക്കാം. അയാളെയാണ് നമ്മൾ പ്രോക്സി എന്ന് വിളിക്കുന്നത്, പകരക്കാരൻ. അതിൻ്റെ പ്രൊവിഷൻസ് നമ്മൾ പിന്നെ നോക്കും. അപ്പോൾ ഇവിടെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ സംബന്ധിച്ചുള്ള കോറം 2 ആണ്. ബേസ് കോറം, അതായത് മിനിമം കോറം 2 ആണ്. ഈ 2 എന്ന് പറയുന്നത് ഈ ഷെയർ ഹോൾഡർ സ്വമേധയായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യണം. അത് ഓൺലൈൻ ആവും, ഓഫ്ലൈൻ ആവും. പക്ഷേ ഒരു പകരക്കാരൻ വഴി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. പക്ഷെ അങ്ങനെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പകരക്കാരനായ പ്രോക്സിയെ കോറത്തിൽ കൂട്ടത്തില്ല. അപ്പോൾ കോറം എപ്പോൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോഴും ആ വ്യക്തി തന്നെ എന്ത് ചെയ്തിരിക്കണം, അറ്റൻഡ് ചെയ്തിരിക്കണം. അത് മാൻഡേറ്ററി ആണ്. സോ പ്രോക്സീസ് ആർ നോട്ട് കൗണ്ടഡ് ഫോർ ദ പർപ്പസ് ഓഫ് കോറം. മെമ്പർ കോറം കഴിഞ്ഞുള്ള നമ്പറിലൊക്കെ കൂട്ടും. പക്ഷെ കോറം എന്ന് പറയുന്ന നമ്പറിൽ വരുമ്പോൾ അത് മെമ്പർ തന്നെ സ്വമേധയായിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ മറക്കരുത്. അപ്പോൾ പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ബേസിക്കലി 2 ആണ്. അതുകൊണ്ട് ഇതിന് കോറം എന്നാണ് 2 ആണ്. 2 മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനറൽ മീറ്റിംഗ് നടത്താം. AGM ആയാലും EGM ആയാലും നടത്താം. കുട്ടികളെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ കോറമാണ്. പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ കോറം ഞാൻ പറഞ്ഞല്ലോ, അതായത് ഒരു സ്ലാബ് ബേസ്ഡ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 3 സ്ലാബായിട്ടാണ് കോറം പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ സ്ലാബ് കമ്പനിയുടെ നമ്പർ ഓഫ് മെമ്പേഴ്സ് 1000 വരെ ഉള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പനിയെ സംബന്ധിച്ചോളം 5 ആണ് കോറം.
കമ്പനിയുടെ നമ്പർ ഓഫ് മെമ്പേഴ്സ് 1000 മുതൽ 5000 വരെയാണെങ്കിൽ ആ കമ്പനിക്ക് 15 കോറം. അടുത്തത് ഒരു കമ്പനിയുടെ നമ്പർ ഓഫ് മെമ്പേഴ്സ് 5000-ൽ കൂടുതലാണെങ്കിൽ 30 കോറം. അപ്പോൾ കമ്പനിയുടെ നമ്പർ ഓഫ് മെമ്പേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ എത്രയാണ് ഒരു ജനറൽ മീറ്റിങ്ങിൻ്റെ കോറം. അത് നല്ലതാണ് അല്ലേ, സ്ലാബ് ബേസ്ഡാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരുതപ്പെട്ട എല്ലാ ലിസ്റ്റഡ് കമ്പനിക്കും 30 കോറം. കാരണം എന്തായാലും ഒരു ലിസ്റ്റഡ് കമ്പനിയെ സംബന്ധിച്ചോളം 5000-ന് കൂടുതൽ എന്തായാലും ഇവിടെ മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെയും ഈ കോറം എന്ന് പറയുമ്പോൾ ഈ നമ്പർ 5 അഥവാ 15 അഥവാ 30 എന്ന് പറയുന്നത് പേഴ്സണലി പ്രസൻ്റ് ആയിരിക്കണം മെമ്പേഴ്സ്. പ്രോക്സി വഴിയെ പോയാൽ കാര്യമില്ല, കാരണം ആ പ്രോക്സിയെ കോറത്തിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, കൂട്ടത്തില്ല. അപ്പോൾ ഒന്നുകൂടി പറയാം, ഇഫ് യുവർ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് യുവർ കമ്പനി ഈസ് ഓൺലി അപ് ടു 1000, then for that meeting of a general meeting 5 will be the quorum. And if your number of members is from 1000 to 5000, then 15 will be the quorum. And if the number of members exceeds 5000, then 30 will be the quorum. And I repeat, all these numbers should be members. Proxies, if a member appoints a proxy, then that particular proxy will not be counted for the purpose of quorum. അപ്പോൾ കമ്പാരിറ്റീവ്ലി മറ്റതുപോലെ അറിയാലോ, 1/3 2 ഇൻട്രസ്റ്റ് ഡയറക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു കോംപ്ലിക്കേറ്റഡ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ജനറൽ മീറ്റിങ്ങിലില്ല. കമ്പാരിറ്റീവ്ലി വളരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് കോറം. 1-2 കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയാനുള്ളത്. ഒന്ന്, ഈ ബോർഡ് മീറ്റിംഗ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ബോർഡ് മീറ്റിങ്ങിൻ്റെ കോറത്തിൻ്റെ പ്രത്യേകത, ബോർഡ് മീറ്റിംഗ് തുടങ്ങുമ്പോഴും കോറം വേണം, ഓരോ ഐറ്റത്തിലും കോറം വേണം എന്നുള്ളതാണ്. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 10 അജണ്ട ഐറ്റം ഉള്ളതിൽ 6 ഐറ്റം വരെ കോറമുള്ളൂ. 6ാമത്തെ ഐറ്റം കഴിഞ്ഞപ്പോൾ 2-3 ഡയറക്ടേഴ്സ് പുറത്തു പോയി, അല്ലെങ്കിൽ മീറ്റിംഗ് റൂം വിട്ടു പോയി എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇനി 7ാമത്തെ ഐറ്റം മുതൽ നമുക്ക് കോറമില്ല. ആ ഐറ്റംസ് പാസ്സാക്കാൻ പറ്റത്തില്ല. ആ ഐറ്റംസ് പാസ്സാക്കിയാൽ അതിന് വാലിഡിറ്റി കിട്ടത്തില്ല. കാരണം ബോർഡ് മീറ്റിങ്ങിനെ സംബന്ധിച്ചോളം ഓരോ ഐറ്റത്തിലും കോറം വേണം. ഫുൾ കോറം എന്ന് പറയും. തുടക്കത്തിലും കോറം വേണം, മീറ്റിംഗ് നടക്കുമ്പോഴും കോറം വേണം, മീറ്റിംഗ് തീരാറാവുമ്പോഴും കോറം വേണം. അതിനെക്കാട്ടി കുറച്ച് സിമ്പിളായിട്ട് പറഞ്ഞാൽ എല്ലാ അജണ്ട ഐറ്റത്തിലും എന്ത് വേണം കുട്ടികളെ, കോറം. പക്ഷെ ജനറൽ മീറ്റിങ്ങിൽ അങ്ങനെ ഒരു കടമ്പിടുത്തം ലോയിലില്ല. ജനറൽ മീറ്റിങ്ങിൻ്റെ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഫംഗ്ഷൻ പോലെയാണ്, ഗ്യാതറിംഗ് പോലെയാണ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഗ്യാതറിംഗ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, പബ്ലിക് എന്നല്ല. എങ്കിലും വലിയ ഫംഗ്ഷനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ കുറേ മെമ്പേഴ്സ് വന്നും പോയും ഒക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും തന്നെ ഒരു നിശ്ചിത കാലത്തേക്ക് കോറം വേണം എന്ന് പറയാൻ നമുക്ക് ഒരുപക്ഷെ അത് പറയുന്നത് അത്ര പ്രാക്ടിക്കബിൾ അല്ല. അതുകൊണ്ടായിരിക്കാം ഇവിടെ അങ്ങനെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഇല്ല. ജനറൽ മീറ്റിംഗ് തുടങ്ങുമ്പോഴാണ് കോറം. മറ്റൊരൊന്നും കോറം വേണ്ട എന്ന് ഞാൻ പഠിപ്പിക്കുന്നില്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ല. പക്ഷേ വി വിൽ കൗണ്ട് കോറം ഓൺലി അറ്റ് ദ സ്റ്റാർട്ടിങ് ഓഫ് ദ മീറ്റിംഗ്. ആൻഡ് ബൈ ദാറ്റ് ഇൻ്റർപ്രിട്ടേഷൻ കുറച്ച് കഴിഞ്ഞ് ആൾക്കാർ ചിലപ്പോൾ ഒരുപക്ഷെ 1-2 പേര് അങ്ങനെ ഇറങ്ങിപ്പോയാൽ അല്ലെങ്കിൽ കുറച്ച് പോയാലും വി ഡോണ്ട് കൺസിഡർ ദാറ്റ് ഈസ് എൻ ഇൻവാലിഡ്. വി വിൽ കണ്ടിന്യൂ വിത്ത് ദ മീറ്റിംഗ്. So practically what we say is the quorum in a general meeting will be counted at the starting of the meeting, not for every agenda item. But for board, you have to ensure that for every agenda items at the board meeting, there should be a proper quorum. And this is very important. And second point is the same, board meeting il quorum illengil endu nammal discuss cheyittundu. കോറം ഇല്ലെങ്കിൽ അതിന് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയും. ആ മീറ്റിംഗ് 7ാമത്തെ ദിവസം, അടുത്ത ആഴ്ച അതേ ദിവസം അതേ സമയം അതേ സ്ഥലത്ത് വെച്ച് മീറ്റിംഗ് കൂടും. അന്ന് ആൾക്കാർ കോറം ഇല്ലെങ്കിൽ ആ മീറ്റിംഗ് ക്യാൻസൽ ആയി. ഓക്കെ, അതാണ് നമ്മൾ ബോർഡ് മീറ്റിംഗിൽ പഠിച്ചത്. പക്ഷേ കുട്ടികളെ ജനറൽ മീറ്റിംഗിനെ സംബന്ധിച്ചോളം അതേ പ്രൊസീജിയറാണ്. 1/2 മണിക്കൂർ നമ്മൾ കോറത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും. 10 മണിക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന മീറ്റിംഗ് ആണെങ്കിൽ 10:30 വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. അതുവരെ നമ്പർ ഓഫ് മെമ്പേഴ്സ്, മിനിമം മെമ്പേഴ്സ് അല്ലെങ്കിൽ കോറത്തിലുള്ള ആൾക്കാർ വന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മീറ്റിംഗ് അതുപോലെ തന്നെ അടുത്ത ആഴ്ച അതേ സമയം അതേ സ്ഥലത്ത് വെച്ച് മീറ്റിംഗ് നമ്മൾ കൂടും. അന്നും കോറം വന്നില്ലെങ്കിൽ ഉള്ളവരെ വെച്ച് മീറ്റിംഗ് കൂടാം. സോ ദാറ്റ് ഈസ് എ ഗ്രേറ്റ് അഡ്വാൻറ്റേജ് ഫോർ ജനറൽ മീറ്റിംഗ്. സോ ഇത് മനസ്സിലായല്ലോ അല്ലേ? ബോർഡ് മീറ്റിംഗിൽ ഇവിടെയും അവിടെയും കോറം ഇല്ലെങ്കിൽ അഡ്ജോൺമെൻ്റ് ആണ്. അതിനെ നമ്മൾ ഓട്ടോമാറ്റിക് അഡ്ജോൺമെൻറ്റ് എന്ന് പറയും. 1 വീക്ക് അഡ്ജോൺമെൻറ്റ്. ഇന്ന് തിങ്കളാഴ്ചയാണെന്ന് നോക്കിയാൽ ഇന്ന് രാവിലെ 10 മണിക്ക് വിളിച്ചു കൂട്ടിയ മീറ്റിംഗ് ആണ്. ഇന്ന് കോറം ഇല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച 10 മണിക്ക് ആ മീറ്റിംഗ്. ബോർഡ് മീറ്റിങ്ങിനെ സംബന്ധിച്ചോളം അന്ന് കോറം ഇല്ലെങ്കിൽ നമുക്ക് ആ മീറ്റിംഗ് ക്യാൻസലായി പോകും. പിന്നെ നമുക്ക് മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ പറ്റത്തില്ല. പക്ഷേ ജനറൽ മീറ്റിങ്ങിനെ സംബന്ധിച്ചോളം അഡ്ജോൺഡ് മീറ്റിംഗിലെ ദിവസവും കോറം ഇല്ലെങ്കിൽ ഉള്ളവരെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മീറ്റിംഗ് കൂടാൻ പറ്റും. സോ ഇതൊക്കെ വളരെ നിഷായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് ആണ്. അങ്ങനെ സ്റ്റഡി മീറ്റിൽ നമുക്ക് കമ്പാരിസൺ പോലെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ തന്നെ അത് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ CS-കാരെ സംബന്ധിച്ചോളം, നമ്മളെ പ്രൊഫഷണൽ സംബന്ധിച്ചോളം ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. There may be some critical situations in meeting quorum തികയാതെ വരിക,
അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അഡ്ജേൺഡ് മീറ്റിങ്ങിൽ അപ്പോൾ ഈ ലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സാധാരണ കാരണം നമ്മളൊരു ഒരു കോമൺ മാൻ നോളജിൽ പറയുന്നത് കോറം ഇല്ലെങ്കിൽ മീറ്റിംഗ് ഇല്ല എന്നുള്ളതില്ല. പക്ഷേ ജനറൽ മീറ്റിംഗ് അങ്ങനെയല്ല. അഡ്ജേൺഡ് മീറ്റിംഗിൽ കോറം ഇല്ലെങ്കിൽ ഉള്ളവരെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മീറ്റിംഗ് കൂടാൻ പറ്റും. ഐ ഹോപ്പ് ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സൗമ്യ ക്ലിയർ ആണോ? ഇപ്പം എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്ത് ചോദിക്കുക. മീറ്റിംഗ് നമ്മളെ കോർ ഏരിയ ആണ്, അറിയാലോ അല്ലേ? നമ്മളെ ഞാൻ പറഞ്ഞുള്ളൂ, മീറ്റിംഗ് വളരെ കുറച്ച് എടുക്കത്ത് ഓരോ ദിവസവും വളരെ കുറച്ചെടുത്ത് നമ്മൾ പോകുന്നത്. കാരണം ജനറൽ മീറ്റിങ്ങിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഈ ചാപ്റ്റർ കൊണ്ട് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി എളുപ്പമായി. ഇനി ഒരു ചാപ്റ്റർ കൂടെ ഉള്ളൂ പാർട്ട് ബിയിൽ. കൂടെ ഉള്ള ബാച്ചിൽ ഇത് കഴിഞ്ഞു, ഇപ്പോൾ ഒരു ചാപ്റ്റർ കൂടെ അവർക്കുള്ളൂ. അപ്പോൾ നമ്മൾ വളരെ തന്നെ പാർട്ട് എയിലോട്ട് അങ്ങ് പോകും. സോ അതുകൊണ്ട് നമ്മൾ വളരെ കംഫർട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ. അത് നല്ലയിൽ പഠിച്ച് മനസ്സിലാക്കുകയും ഞാൻ എപ്പോഴും ക്ലാസ്സുകൾ പറയുന്ന പോലെ അന്നെന്നുള്ളത് അന്നന്ന് പഠിക്കുക, തൊട്ടടുത്ത ദിവസവും പഠിക്കുക. പ്രത്യേകിച്ച് നിങ്ങളെ ഈ ബാച്ചിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അറിയാമല്ലോ. ഈ ഒരു എന്താണ് ഹോളിഡേ ബാച്ചാണ്, ഈവനിങ് സൺഡേ ബാച്ചാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു 5 days ഉണ്ട് വർക്കിംഗ് ഡേ. വൈകിട്ടിരുന്ന് പഠിക്കുകയോ അല്ലെങ്കിൽ രാവിലെ പകലിരുന്ന് പഠിക്കുകയോ അല്ലെങ്കിൽ വർക്കിംഗ് അല്ലാത്തവരെ സംബന്ധിച്ചോ രാവിലെ പഠിക്കാം. അപ്പോൾ ഇത് പെൻഡിങ് ഇടരുത്, അപ്പോഴപ്പോൾ പഠിച്ചു പോവുക. സോ ദാറ്റ് ഇറ്റ് ബി വെരി ഈസി ഫോർ യു. നൗ കമ്മിങ് ടു ആവശ്യമില്ലാത്ത വിട്ടിട്ടുണ്ട്. യെസ്, സിംഗിൾ മാൻ വോട്ടിങ്ങിനെ കുറിച്ച് നമ്മൾ 2-3 പറഞ്ഞതാണ്. നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. AGM ഡീഫോൾട്ട് വരുത്തുമ്പോഴും അതുപോലെ തന്നെ EGM ഇംപ്രാക്ടിക്കബിൾ ആകുമ്പോഴും നമുക്ക് ട്രിബ്യൂണലിൻ്റെ ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാളെ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ മീറ്റിംഗ് കൂടാമെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് അവിടെ കേസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ കോറം ഇല്ലേ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വരാം. അതുകൊണ്ടാണ് ലോയിൽ വളരെ അപൂർവം സിറ്റുവേഷനായ സെക്ഷൻ 97-ലും സെക്ഷൻ 98-ലും ഓൺ മാൻ മീറ്റിംഗ് അലോ ചെയ്തിട്ടുണ്ട്. അത് ഹോണറബിൾ ട്രിബ്യൂണലിൻ്റെ ഓർഡർ പ്രകാരമാണ് അത്തരം മീറ്റിങ്ങിൽ നമ്മൾ കൂടുന്നത്. യു ദാറ്റ്. പിന്നെ പ്രോക്സിയെക്കുറിച്ച് ഓൾറെഡി ഞാൻ പറഞ്ഞു. കോറത്തിൽ പ്രോക്സിയെ കൂട്ടത്തില്ല. പ്രോക്സിയെക്കുറിച്ച് വളരെ ഡീറ്റെയിലായിട്ട് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓൺ മാൻ മീറ്റിംഗ് ആണ് വീണ്ടും ഇൻസ്റ്റിറ്റ്യൂട്ടോടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി അത് ചർച്ച ചെയ്തതാണ്, 2 പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. ഇവിടെ ഒന്നുകൂടി അത് എഴുതിയിട്ടുണ്ട്. ഈ പാരഗ്രാഫ് ഒന്നുകൂടി നോക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. AGM-ൽ വന്നിട്ട് ഡീഫോൾട്ട് വരുത്തുമ്പോൾ സെക്ഷൻ 97 പ്രകാരം ഏതെങ്കിലും ഒരു മെമ്പർ ട്രിബ്യൂണലിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ട്രിബ്യൂണൽ മാൻഡേറ്ററി ആയിട്ട് ഒരു AGM കൂടണമെന്ന് പറയും. ആ പറയുന്ന ഓർഡറിൽ ഒരാളുണ്ടെങ്കിൽ അയാൾ പേഴ്സണൽ ആയാലും കൊള്ളാം, അയാൾ പ്രോക്സി വഴി വന്നാലും കൊള്ളാം, എങ്ങനെയെങ്കിലും ഒരു മീറ്റിംഗ് ഒരാൾ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മീറ്റിംഗ് കൂടിക്കോളൂ എന്ന് പറയാം. അതുപോലെ സെക്ഷൻ 98-ൽ EGM കൂടാനായിട്ട് ഇംപ്രാക്ടിക്കബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിലും ഇത് പറഞ്ഞ പോലെ ഏതെങ്കിലും ഡയറക്ടറിനോ മെമ്പറിനോ ഷെയർ ഹോൾഡേഴ്സിനോ ട്രിബ്യൂണൽ അപ്രോച്ച് ചെയ്യും. അപ്പോൾ ട്രിബ്യൂണൽ വന്നിട്ട് അല്ലെങ്കിൽ സോ മോട്ടോ ഒരു EGM കൂടാൻ പറയും. ആ പറയുന്ന ഓർഡറിലും ചിലപ്പോൾ ആഫ്റ്റർ ഹിയറിംഗ് ദ പാർട്ടീസ് മേ ഓർഡർ to conduct a meeting, EGM, even with one member. That is the 2 examples of one man meeting. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു കാര്യമാണ്. ഫസ്റ്റ് ലൈൻ, അതായത് ക്ലാസ് മീറ്റിങ്ങിനെ സംബന്ധിച്ചോളം ചിലപ്പോൾ വൺ മാൻ മീറ്റിംഗ് വരാം. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിയിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും ഉണ്ട് എന്ന് വിചാരിക്കുക. നമ്മളെ ക്ലാസ്സിൽ ആദ്യത്താണ് അവിടുത്തെ ഏക പ്രിഫറൻസ് ഷെയർ ഹോൾഡർ. There is only one preference shareholder. Okay. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ മാത്രം മീറ്റിംഗ് വിളിക്കുകയും അത് ക്ലാസ് മീറ്റിംഗ് എന്ന് പറയാറിയായിരിക്കും അല്ലേ. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് മാത്രം വിളിക്കുകയും ചെയ്യുമ്പോൾ അതെന്താണ്, അത് പ്രിഫറൻസ് ഷെയർ ഹോൾഡർ ആ ക്ലാസ് മീറ്റിംഗ്. അപ്പോൾ ഈ പറയുന്ന കമ്പനിയിൽ നമ്മൾ പറയുന്ന ഒരു ഡെമോ ഒരു എക്സാമ്പിൾ കമ്പനിയിൽ അസ്യൂം ദാറ്റ് ആദിത്യ എന്ന് പറയുന്ന ആൾ മാത്രമേ ഉള്ളൂ പ്രിഫറൻസ് ഷെയർ. അവിടെ അപ്പോൾ ഒരു 98,000 പ്രിഫറൻസ് ഷെയർസ് ഉണ്ട് ആ കമ്പനിയിൽ. അതിൽ ഒരാളാണ് അത് ഹോൾഡ് ചെയ്യുന്നത്, ആദിത്യാണെന്ന് വയ്ക്കുക. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ ക്ലാസ് മീറ്റിംഗ് വിളിച്ചു കൂട്ടുമ്പോൾ അവിടെ ആര് മാത്രമേ കാണത്തുള്ളൂ, സഞ്ജു? ആര് മാത്രമേ കാണത്തുള്ളൂ? ഒരാളെ കാണത്തുള്ളൂ അല്ലേ. ദർ വിൽ ബി ഓൺലി വൺ പേഴ്സൺ. അപ്പോൾ അതുകൊണ്ട് കണ്ട് അവിടെ വൺ മാൻ മീറ്റിംഗ് അലൗബിൾ ആണ്. അപ്പോൾ ക്ലാസ് മീറ്റിംഗിനെ സംബന്ധിച്ചോളം ഇഫ് എ പർട്ടിക്കുലർ ക്ലാസ് ഓഫ് ഷെയർസ് ആർ ബീൻ ഹെൽഡ് ബൈ എ സിംഗിൾ മെമ്പർ, then that a class meeting can be called only with that single member because there is only one member. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതും ഒരു വൺ മാൻ മീറ്റിംഗ് ആണ്. അല്ലെങ്കിൽ ജനറലായിട്ട് നമ്മൾ പറയുന്ന 2 പേരുണ്ടെങ്കിലേ മീറ്റിംഗ് കൂടാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന ഒരു ഗോൾഡൻ എക്സംഷനാണ്. അപ്പോൾ ഇൻ ടോട്ടോ ദിസ് ഏരിയ ഈസ് കമ്പാരിറ്റീവ്ലി എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അതായത് വൺ മാൻ മീറ്റിംഗ് എന്ന് പറയുന്നത് നിയമത്തിൽ ചില സാഹചര്യത്തിൽ അലോ ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഈ പറയുന്ന ക്ലാസ് മീറ്റിംഗ്സിൽ ഒരു പർട്ടിക്കുലർ ക്ലാസ് ഓഫ് ഷെയർസ് വന്നിട്ട് ഒരൊറ്റ ഷെയർ ഹോൾഡറെ കൂടിയിട്ട് വച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാളെ വെച്ച് മീറ്റിംഗ് കൂടെ വൺ മാൻ മീറ്റിംഗ് അലൗഡ്.
AGM ഡീഫോൾട്ട് എടുത്തുമ്പോൾ ട്രിബ്യൂണലിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ട്രിബ്യൂണൽ അങ്ങനെ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാളെ വെച്ച് മീറ്റിംഗ് കൂടാം. EGM നടത്താൻ ഇംപ്രാക്ടിബിൾ ഉള്ളപ്പോൾ ഒരാളെ വെച്ചാണ് നിങ്ങൾ മീറ്റിംഗ് കൂടാൻ ഓർഡർ തരാണെന്നുണ്ടെങ്കിൽ ഒരാളെ വെച്ച് മീറ്റിംഗ് കൂടാം. അങ്ങനെ ദീസ് ആർ ദ 3 എക്സംഷൻസ് വിച്ച് ഈസ് അവൈലബിൾ ഇൻ ദ കമ്പനീസ് ആക്ട് വേർ വൺ മാൻ മീറ്റിംഗ് ഈസ് അലൗഡ്. ദാറ്റ് മീൻസ് കോറം ഇല്ല. അതാണ് നമ്മൾ, അതുകൊണ്ടാണ് ഈ കോണ്ടെക്സ്റ്റ് ഇവിടെ പറയാൻ കാര്യം അല്ലേ. അപ്പോൾ നമ്മൾ 2 വേണമെന്ന് പറഞ്ഞില്ല, 5 വേണമെന്ന് കാരണം അവിടെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് ഇവിടെ പ്ലേസ് ചെയ്യാൻ കാര്യം. ബിക്കോസ് ഈവൻ ദോ ദ ലോ പ്രിസ്ക്രൈബ്സ് ദ മിനിമം നമ്പർ ഓഫ് പീപ്പിൾ ഫോർ ഫോമിംഗ് എ കോറം, ബട്ട് ദർ ആർ സം peculiar situations where the law allows you to conduct a meeting even with single member, which will be considered as a valid meeting. Yes. Consequence of no quorum, as I told you, quorum illengil endu cheyyunnalladana. Quorum illengil njan paranju adu vannitte quorum illengil endu cheyyunnallu already paranju. ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച അഡ്ജോണ്ട് ആയി പോകും. അഡ്ജോണ്ടായിപ്പോയി അന്ന് ഉള്ളവരെ വെച്ച്, അന്നും കോറമില്ലെങ്കിൽ ഉള്ളവരെ വെച്ച് നമുക്ക് മീറ്റിംഗ് കൂടാം. പക്ഷെ റിക്വസിഷനിസ്റ്റ് മീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും രസം. നമ്മൾ പഠിച്ചല്ലോ 100 സബ്സെക്ഷൻ 2-ലെ റിക്വസിഷനിസ്റ്റ് മീറ്റിംഗ്. നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ട മീറ്റിംഗ് ആണ്. നമ്മൾ അങ്ങോട്ട് ബോർഡിന് ആവശ്യപ്പെട്ടിട്ട് ഞങ്ങൾക്കൊരു മീറ്റിംഗ് വേണമെന്ന് പറഞ്ഞു, ബോർഡ് മീറ്റിംഗ് വിളിച്ച് കൂട്ടി. അന്ന് റിക്വസിഷനിസ്റ്റ് മീറ്റിംഗിൽ കോറമില്ലെങ്കിൽ ആ മീറ്റിംഗ് എന്തായിപ്പോൾ കുട്ടികളെ ക്യാൻസൽ ആയിപ്പോയി. പിന്നെ അത് അഡ്ജോൺ ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളല്ലേ ആവശ്യപ്പെട്ടത് അല്ലേ. നിങ്ങൾക്ക് മീറ്റിംഗ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ടൊരു മീറ്റിംഗ് വിളിച്ച് കൂട്ടിയിട്ട് ആ മീറ്റിംഗിൽ നിന്ന് നിങ്ങൾ പോലും വന്നില്ല എന്നുണ്ടെങ്കിൽ ആ മീറ്റിങ്ങിന് പിന്നെ അഡ്ജോൺമെന്റ് എന്നൊരു കൺസെപ്റ്റ്, ഇനിയൊരു അഡ്ജോൺമെന്റ് ഇല്ല. അപ്പോൾ സാധാ ജനറൽ മീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇന്ന് കോറം ഇല്ല എന്നുണ്ടെങ്കിൽ അത് അടുത്ത ആഴ്ചയിലോട്ട് സെയിം നെക്സ്റ്റ് വീക്ക് സെയിം ഡേ സെയിം പ്ലേസ് സെയിം ടൈം. അന്ന് കോറം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഉള്ളവർ വെച്ച് മീറ്റിംഗ് കൂടി. പക്ഷെ ഇതൊരു റിക്വസിഷൻസ് മീറ്റിംഗ് ആണെങ്കിൽ ആദ്യത്തെ മീറ്റിംഗിൽ കോറമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ പറയുന്ന മീറ്റിങ്ങിന് പിന്നെ അഡ്ജോൺമെന്റേ ഇല്ല. കാരണം എന്തുകൊണ്ടാണ്, അത് റിക്വസ്റ്റ് ചെയ്ത മീറ്റിംഗ് ആണ്. അവിടെ അഡ്ജോൺമെന്റ് ഒരു കൺസെപ്റ്റ് ഇല്ല. ആ വിളിച്ചു കൂട്ടിയ മീറ്റിംഗ് എന്തായി പോകും, ക്യാൻസൽ ആയി പോകും. അടുത്ത ആഴ്ച എന്നൊരു കൺസെപ്റ്റേ ഇല്ല. കാരണം അങ്ങനെ കൺസെപ്റ്റ് കൊടുക്കാൻ പറ്റില്ലോ. നിങ്ങളല്ലേ ആവശ്യപ്പെട്ടത് അല്ലേ. യു യുവർ സെൽഫ് റിക്വസ്റ്റഡ് ദ ബോർഡ് ദാറ്റ് യു റിക്വയർ എ ജനറൽ മീറ്റിംഗ് ആൻഡ് ബോർഡ് ഹാസ് ടേക്കൺ എഫേർട്ട് to conduct to convene a general meeting, a date വെച്ചു, കാര്യങ്ങളൊക്കെ വെച്ചു. But unfortunately on that day, if there is no quorum, then there is no concept of adjournment, then that meeting stands cancelled. So these are all very important. Maybe rarely വരുന്ന സാഹചര്യങ്ങളാണ്, but these are comparatively important. So any doubts you can stop me and ask. So now we will move to critical one area called chairman. So ഇതിൽ ഓർഡറിലാണ്, അതുകൊണ്ടാണ് ഞാൻ ആ ഫ്ലോയിൽ തന്നെ പഠിപ്പിച്ച് പോകുന്നത്. ആൻഡ് ഐ അഷ്യൂർ യു ദാറ്റ് ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കത്തില്ല. ഐ ഗീവ് യു സ്മോൾ ഓരോ സെഷനും ഐ വിൽ സ്റ്റിക്ക് ഓൺ ടു സർട്ടൻ കൺസെപ്റ്റ് സോ ദാറ്റ് യു ഗെറ്റ് വെരി നമ്മൾ കൺട്രോൾഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ വേ ഹൗ ഐ ഹാൻഡിൽ മീറ്റിംഗ്സ്. സോ കോറം കഴിഞ്ഞു. ഓർഡർ ഓഫ് സെക്ഷൻ കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പമാണ്. ഓർഡറിൽ വരും 101, 102, 103, 104. ചെയർമാൻ ഓഫ് മീറ്റിംഗ്. ചെയർമാനെ കുറിച്ചുള്ള കാര്യങ്ങളായിട്ട് ഞാനിപ്പോൾ അധികം പറയുന്നില്ല. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ചെയർമാൻ റോളും ഫങ്ഷൻസ് അത് നമ്മൾ വേറെ എവിടെയെങ്കിലും നോക്കാം. തൽക്കാലം ഇവിടുത്തെ ലോ പറഞ്ഞു പോവാം. അവിടെ 1-2 കാര്യങ്ങൾ പറയാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും എനിക്ക് എല്ലാ ബാച്ചിലുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഷോ ഓഫ് ഹാൻഡ്സ്, പോൾ എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വരും. അപ്പോൾ അത് വന്നിട്ട് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞ് മേ ബി അടുത്ത സെഷനിലൊക്കെ ആയിരിക്കും നമ്മൾ ഷോ ഓഫ് ഹാൻഡ്സും വോട്ടിംഗ് ഒക്കെ പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കുറച്ച് വ്യക്തമായിട്ട് മനസ്സിലാവത്തുള്ളൂ എന്ന് ഞാൻ ഇപ്പോഴേ ഒരു ഡിസ്ക്ലൈമർ പറയാം. പക്ഷേ എങ്കിലും നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിപ്പോ സോ ദാറ്റ് ആ സെക്ഷനും കഴിയും. കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മീറ്റിംഗ്സിന്റെ ചെയർമാനെ പൊതുവേ പറഞ്ഞിരിക്കും ഇന്നയാളായിരിക്കും ചെയർ ചെയ്യേണ്ടത്. കാരണം പൊതുവേ കമ്പനികളുടെ മീറ്റിംഗ്സിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ആയിരിക്കും. ആ കമ്പനിയിലെ വളരെ വർഷമായിട്ടും ആ കമ്പനിയെ കൊണ്ടു നടക്കുന്ന, താലോലിച്ച് ഓമനിച്ച് രജിസ്റ്റർ ചെയ്ത് കൊണ്ടു നടക്കുന്ന ആൾക്കാരായിരിക്കും. ഇപ്പോൾ മുകേഷ് അംബാനി റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ചെയർമാനാണ്. അസീം പ്രേംജി വിപ്രോയുടെ ചെയർമാനാണ്. അപ്പം അങ്ങനെ എല്ലാ കമ്പനികളുടെയും പൊതുവേ വളരെ സീനിയർ ആയിട്ടുള്ള ആ കമ്പനിയുടെ ഫൗണ്ടേഴ്സും ആ കമ്പനിയുടെ സീനിയർ ആയിട്ടുള്ള പ്രൊമോട്ടേഴ്സാണ് പൊതുവെ എന്ത് ചെയ്യുന്നത്, ആ കമ്പനിയുടെ മീറ്റിംഗ്സ് ചെയർ ചെയ്യുന്നത്. കാരണം അവരാണ് മീറ്റിംഗിൻ്റെ ഡിസിഷൻസിലെല്ലാം നമ്മൾ പറയത്തില്ല മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ചെയർമാന് മീറ്റിങ്ങിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്കുണ്ട്. ചെയർമാനാണ് ഒരു മീറ്റിങ്ങിൻ്റെ സെൻസ് കണ്ടുപിടിക്കുന്നത്, ഒരു മീറ്റിങ്ങിൻ്റെ ദിശ കണ്ടുപിടിക്കുന്നത്.
ഓരോ ഐറ്റമും റെസൊല്യൂഷൻ വന്ന് ഒരു ഐറ്റം പാസ്സാക്കുന്ന അതിൻ്റെ ഒരു ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്. വോട്ടിംഗ് നമ്മൾ പിന്നെ പഠിക്കും, വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എങ്കിലും തൽക്കാലം ഞാൻ പറഞ്ഞു ഈ ഏരിയ മാത്രം ഒന്ന് കേട്ടോണ്ടിരിക്കുക. നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും, പ്രത്യേക സെക്ഷൻസ് ഉണ്ട് നമ്മൾ പഠിക്കാൻ. എങ്കിലും വോട്ടിംഗ് നടക്കുമ്പോൾ അത് ഷോ ഓഫ് ഹാൻഡ്സ് വിളിക്കണോ അതോ പോള് വിളിക്കണോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വോട്ടിങ്ങിൻ്റെ രീതികളെല്ലാം തീരുമാനിക്കുന്ന ചെയർമാനാണ്. ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു കാര്യം ചെയർമാനെ സംബന്ധിച്ച് ശ്രദ്ധിച്ചേക്കണേ, ചെയർമാനെ സംബന്ധിച്ചോളം 2 വോട്ടുണ്ട്. ഒരു മെമ്പർ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഒരു വോട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് രണ്ടാമതൊരു എക്സ്ട്രാ വോട്ടുണ്ട്. അതിന് കാസ്റ്റിംഗ് വോട്ട് എന്നാണ് പറയുന്നത്. കാസ്റ്റിംഗ്, CASTING, കാസ്റ്റിംഗ് വോട്ട്. അപ്പോൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഒരു ഡെഡ് ലോക്ക് ഉണ്ടാവുക എന്ന് വെച്ചാൽ, ഒരു തീരുമാനമെടുത്തപ്പോൾ ഫോർ എക്സാമ്പിൾ 10 മെമ്പേഴ്സുള്ള കമ്പനിയാണ്, ചെയർമാൻ ഉൾപ്പെടെ. അപ്പോൾ 5 പേര് പോസിറ്റീവായിട്ട് വോട്ട് ചെയ്തു, 5 പേര് നെഗറ്റീവായിട്ട് വോട്ട് ചെയ്തു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സ്റ്റേൽമേറ്റ് ആവും, ഡെഡ് ലോക്ക് വരും. ഈ ഡെഡ് ലോക്ക് മാറ്റാനായിട്ട് ചെയർമാനെ എന്ത് ചെയ്യാം, ചെയർമാനിലുള്ള കാസ്റ്റിംഗ് വോട്ട് യൂസ് ചെയ്യാം. അത് പോസിറ്റീവായിട്ട് വോട്ട് ചെയ്യാം, നെഗറ്റീവായിട്ട് വോട്ട് ചെയ്യാം. അപ്പോൾ ചെയർമാൻ അങ്ങനെ ആ ഡിസിഷനെ വന്നിട്ട് എന്താണ് പ്ലസ് ആയിട്ടും മൈനസ് ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, അത് അഡീഷണൽ വോട്ട് ഇട്ട് പാസ്സാക്കുകയോ പാസ്സാക്കാതിരിക്കുകയോ ചെയ്യാം. അപ്പോൾ മീറ്റിംഗിൽ ഡെഡ് ലോക്സ് വരുമ്പോൾ ചെയർമാന് മാത്രമുള്ള ഒരു യുണീക്കാണ് സെക്കൻഡ് വോട്ട്, അഥവാ ചെയർമാൻ മെമ്പർ എന്ന രീതിയിൽ വോട്ടും ചെയർമാൻ എന്ന രീതിയിലും ഒരു അഡീഷണൽ വോട്ട് കൂടെ ഉണ്ട്. അതിന് നമ്മൾ കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റോൾ എന്ന് പറയുന്നത് വളരെ വൈഡറാണ്. മീറ്റിങ്ങിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള നടത്തിപ്പിനും മീറ്റിംഗ് പ്രോപ്പറായിട്ട് നടന്നു പോകാനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു നമ്മൾ പറയത്തില്ലേ ഒരു 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 ടൂൾ അല്ലെങ്കിൽ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് പ്രോപ്പർ ചെയർമാനാണ്. ആ ചെയർമാൻ്റെ എക്സ്പീരിയൻസും അദ്ദേഹത്തിൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പോഷർ ടു കമ്പനി ഗവർണൻസും എല്ലാം വന്നിട്ട് ആ മീറ്റിങ്ങിൻ്റെ സക്സസ്സും എഫക്റ്റീവ്നെസ്സിനെയും ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഇതെല്ലാം ചെയർമാൻ അവിടെ ഓൾറെഡി തന്നെ ആർട്ടിക്കിൾസിൽ പേരുണ്ടെങ്കിൽ, പ്രൊമോട്ടറിൻ്റെ പേര് സ്വാഭാവികമായിട്ടും കാണും, ഉണ്ടെങ്കിൽ സന്തോഷം. ചർച്ചയേ ഇല്ല. പിന്നെ എല്ലാ ജനറൽ മീറ്റിങ്ങിലും അദ്ദേഹം തന്നെ ചെയർ ചെയ്യും, എല്ലാ EGMലും AGMലും അദ്ദേഹം തന്നെ ചെയർ ചെയ്യും. നമ്മൾ എല്ലാവർക്കും അത് എക്സ്പെക്റ്റഡ് ആണ്. അദ്ദേഹമായിരിക്കുമ്പോൾ മുകേഷ് അംബാനിയാണ് ഇത് ചെയർമാനാണെന്നുള്ളത് വേൾഡ് ഫുൾ അറിയാം. അപ്പോൾ നമ്മൾ എല്ലാ AGM വരുമ്പോഴും നമുക്ക് ഒരു സർപ്രൈസ് ഒന്നും വേണം, കാരണം മുകേഷ് അംബാനി ആണല്ലോ കമ്പനിയുടെ ചെയർമാൻ. അത് ആർട്ടിക്കിൾസ് ലിങ്കാണ്. പക്ഷേ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ അങ്ങനെ ഒരാളുടെ പേര് എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ ആരായിരിക്കണം ജനറൽ മീറ്റിങ്ങിൻ്റെ ചെയർമാൻ എന്നെടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ കുട്ടികളെ നമ്മളൊരു ചെയർമാനെ എലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അജണ്ട ഐറ്റത്തിൽ പൊതുവെ ബോർഡ് മീറ്റിങ്ങിലായാലും കൊള്ളാം, ഷെയർ ഹോൾഡേഴ്സ് മീറ്റിങ്ങിലായാലും കൊള്ളാം, ആദ്യത്തെ അജണ്ട ഐറ്റം എന്ന് പറയുന്നത് തന്നെ ടു എലക്ട് ദ ചെയർമാൻ ഓഫ് ദ മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ചെയർമാൻ ഓഫ് ദ മീറ്റിങ്ങിനെ എലക്ട് ചെയ്യുമ്പോൾ അവിടെ സാധാ രീതിയിൽ നമ്മൾ വോട്ടിങ്ങിൽ ഞാൻ പറഞ്ഞു, ഐ ഡിസ്ക്ലെയിംഡ് യു, കുറച്ച് കഴിഞ്ഞ് നമ്മൾ പിന്നെ പഠിക്കത്തുള്ളെങ്കിലും സാധാ രീതിയിൽ ആദ്യം ഷോ ഓഫ് ഹാൻഡ്സ് വഴിയാണ് ഒരു അജണ്ട ഐറ്റം പാസ്സാക്കുന്നത്. ഷോ ഓഫ് ഹാൻഡ്സ് വെച്ചാൽ കൈപ്പൊക്കി കാണിക്കുക, അല്ലേ? ഇപ്പോൾ നമ്മൾ കോളേജിലൊക്കെ ഇപ്പോൾ സ്കൂളിലൊക്കെ ഉള്ളവർ ആരൊക്കെ ടൂർ പോകാൻ വരും ചോദിക്കും, നമ്മൾ കൈപ്പൊക്കുന്നു, അല്ലേ? അപ്പം അങ്ങനെയാണ്. അപ്പം അങ്ങനെ നമ്മൾ ജനറൽ മീറ്റിംഗ് തുടങ്ങുമ്പോൾ മീറ്റിംഗ് ഹാളിലിരിക്കുന്ന ഏതൊരു മെമ്പറിനെയും നമുക്ക് എന്താക്കാം, ഷോ ഓഫ് ഹാൻഡ്സ് വഴി നമുക്ക് എന്താക്കാം, ചെയർമാനാക്കാം. പക്ഷേ ആ ചെയർമാൻ എലക്ട് ചെയ്തതിന് ശേഷം അവിടെ ഒരു പോൾ വിളിക്കണം. അതായത് ബാലറ്റ് പേപ്പർ വഴിയെ പോൾ വിളിച്ച് തന്നെ ഒരു ചെയർമാനെ എലക്ട് ചെയ്യണമെന്നൊരു മറു അഭിപ്രായം വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പോൾ വിളിക്കേണ്ടി വരും. അപ്പം അവിടുത്തെ പ്രതിസന്ധി സിറ്റുവേഷൻ എന്ന് പറയുന്നത്, അങ്ങനെ പോൾ വിളിച്ച ഒരു പ്രക്രിയ നടത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു അജണ്ട ഐറ്റമാണ്. അപ്പോൾ ആ അജണ്ട ഐറ്റത്തിന് ആരായിരിക്കും ചെയർമാൻ എന്നുള്ള, ആരായിരിക്കും ചെയർമാൻ? ആ ഷോ ഓഫ് ഹാൻഡ്സ് വഴിയെ തൽക്കാലം നമ്മൾ എലക്ട് ചെയ്ത ആളെ തന്നെ നമ്മൾ എന്തായിട്ട് വയ്ക്കും, നമ്മൾ ഈ ഐറ്റത്തിൻ്റെ ചെയർമാനായിട്ട് വയ്ക്കും. ഞാനൊരു ഉദാഹരണം പറയാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഗായത്രി ഉണ്ട്. ഗായത്രിയാണ് ആദ്യം നമ്മൾ ഈ പർട്ടിക്കുലർ കമ്പനിയിൽ എന്തില്ല ഈ പർട്ടിക്കുലർ കമ്പനിയിൽ ആർട്ടിക്കിൾസിൽ ചെയർമാൻ്റെ പേരില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ ഗായത്രിക്ക് കമ്പനി ലോയും കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞു ഗായത്രിയെ നമ്മളെ ഈ കമ്പനിയിലെ ഈ മീറ്റിങ്ങിൻ്റെ ചെയർമാനാക്കാൻ ഉദ്ദേശിക്കുന്നു പറയുമ്പോൾ നമ്മൾ കമ്പനി സെക്രട്ടറിയും MD ഒക്കെ ഉണ്ടല്ലോ അവിടെ, ഡയറക്ടർമാരൊക്കെ ഉള്ളപ്പോൾ. അപ്പോൾ ആരൊക്കെ അത് ഫേവറബിൾ ആയിരിക്കുന്നു ചോദിക്കുമ്പോൾ എല്ലാവരും പലരും കൈപൊക്കി, അല്ലേ? കൈപൊക്കി. ഇപ്പം നോക്കിയപ്പോൾ മെജോറിറ്റി ആൾക്കാരും അല്ലെങ്കിൽ മെജോറിറ്റി ഷെയർ വെച്ചിരിക്കുന്ന ആൾക്കാർ അത് സമ്മതിക്കുന്നു. തൽക്കാലം ഗായത്രിയെ നമ്മൾ ഷോ ഓഫ് ഹാൻഡ്സ് വഴിയെ നമ്മൾ എന്ത് ചെയ്യും, ചെയർമാനായിട്ട് എലക്ട് ചെയ്യും. പക്ഷേ അത് എലക്ട് ചെയ്തതിന് ശേഷം പല മെമ്പർമാർക്കൊരു അഭിപ്രായമുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്.
നമുക്ക് പ്രദീപിനെ ചെയർമാനാക്കിയ പോലെ എന്നൊരു അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പോൾ വിളിക്കാൻ വെച്ചറിയില്ലല്ലേ പേര് ബാലറ്റിൽ ഗായത്രി വേണോ പ്രദീപ് വേണോ എന്ന് പറഞ്ഞ ഒരു പോൾ പോലെ സംഭവം സർക്കുലേറ്റ് ചെയ്ത് പോൾ ബൂത്ത് ഉണ്ട്, അവിടെ പോയി വോട്ട് ചെയ്യും അല്ലേ, അവിടെ പോയി വോട്ട് ചെയ്തെടുക്കാം. പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഈ പോൾ വിളിക്കുക എന്ന് പറയുന്ന ഒരു അജണ്ട ഐറ്റമാണ്. അപ്പൊ അത് വന്നിട്ട് ഒരു പ്രക്രിയയും കൂടെയാണ് അല്ലേ, അതിനാരും ചെയർമാൻ എന്നുള്ളത് ഇവിടെ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഷോ ഓഫ് ഹാൻഡ്സ് വഴി തൽക്കാലം എലക്ട് ചെയ്ത ഗായത്രി തന്നെ ആയിരിക്കും ഈ പോള് വിളിക്കുന്ന അജണ്ട ഐറ്റത്തിൽ ചെയർപേഴ്സൺ. എന്നിട്ട് പ്രദീപും ഗായത്രി വേണമെന്നുള്ള കോമ്പറ്റീഷനായി അത് വോട്ടിനിടുന്നു, പോള് വിളിക്കുന്നു, ഓരോരുത്തരും ബാലറ്റ് പേപ്പറിൽ അവർ ഇഷ്ടമുള്ള എസ് ഓർ നോ അറിയാലോ, ബാലറ്റ് പോലെ ഇലക്ഷൻ പോലെ ഇടുന്നു. എന്നിട്ട് പോളിന്റെ റിസൾട്ട് കൂട്ടുന്നു. റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ ഗായത്രി തന്നെയാണ് പോളിലും എലക്ട് ചെയ്തെങ്കിൽ എന്ത് ചെയ്യും? ഗായത്രി വിൽ കണ്ടിന്യൂ as the chairman for the meeting because she has now elected on poll also. മറിച്ച് പോൾ വിളിച്ചപ്പോ ഗായത്രി അല്ല പ്രദീപാണ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗായത്രി മാറിയിട്ട് അടുത്ത ഐറ്റം മുതൽ എന്ത് ചെയ്യും? പ്രദീപിനെ നമ്മൾ എന്ത് ചെയ്യും? ചെയർമാനായിട്ട് കണ്ടിന്യൂ. അപ്പൊ ഇത് ഇങ്ങനെ ഒരു വകുപ്പുണ്ട്. ഇത് കമ്പാരിറ്റീവ്ലി ആർട്ടിക്കിൾസ് ചെയർമാനെ പറയാത്ത കമ്പനികൾക്ക് വേണ്ടി മാത്രമുള്ളൊരു വകുപ്പാണ്. ആർട്ടിക്കിൾസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹമായിരിക്കും ചെയർമാൻ. ഇത് ക്ലിയർ ആയോ? ക്ലിയർ? യെസ്. സോ ഇതൊരു ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പോൾ വിളിക്കുമ്പോൾ ഈ പോൾ ആര് വിളിക്കുന്നതാണ് ചോദ്യം. പോളിന്റെ അജണ്ട ആര് പാസ്സാക്കും, അല്ലെങ്കിൽ അതിന്റെ വോട്ട് എണ്ണുന്ന നേതൃത്വമാര് കൊടുക്കുന്നു വെക്കുമ്പോൾ ചെയർമാൻ ഇല്ലാതായി പോകും. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഷോ ഓഫ് ഹാൻഡ്സ് വഴിയെ തൽക്കാലം എലക്ട് ചെയ്ത ചെയർപേഴ്സണെ വെച്ച് കാര്യങ്ങൾ നടത്തിയിട്ട് ആ പോൾ എടുക്കുമ്പോൾ അയാളെ തന്നെയാണ് എലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയർമാനായിട്ട് ആ മീറ്റിംഗ് മൊത്തം കണ്ടിന്യൂ ചെയ്യാം. അല്ല വേറെ ആളെയാണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ആൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയർമാനായിട്ട് കണ്ടിന്യൂ. സോ ദിസ് ഇസ് ദ ടോട്ടൽ കൺസെപ്റ്റ് ഓഫ് ചെയർമാൻ ഓഫ് മീറ്റിംഗ്. അത് മാത്രമേ ഉള്ളൂ അവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട്. അല്ലാതെ ചെയർമാൻ റോള് ഞാൻ പറഞ്ഞല്ലോ, ചെയർമാനാണ് മീറ്റിങ്ങിന്റെ രാജാവ്. മീറ്റിംഗ് എങ്ങനെ ഏത് ദിശയിലോട്ട് പോകുന്നു, ഓരോ ഐറ്റത്തിന് ചർച്ച എത്രത്തോളം നടത്തണം, എപ്പോൾ വെച്ച് ബ്ലോക്ക് ചെയ്യണം, അതിൽ വോട്ടിനിടുന്ന പ്രക്രിയകൾ നോക്കുക, മിനിറ്റ്സ് ഒപ്പിടുക, അതുപോലത്തെ വളരെ നിർണായകമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്ന ചെയർമാനാണ്. പൊതുവെ മീറ്റിംഗ്സിൽ എം ഡിക്ക് വലിയ റോളില്ല. എം ഡിക്ക് വലിയ റോളില്ലെന്ന് വെച്ചാൽ എം ഡി യൂസ് ടു എക്സ്പ്ലെയിൻ തിങ്സ്, ബട്ട് മീറ്റിങ്ങിന് കൺട്രോൾ എന്ന് പറയുന്നത് ചെയർമാൻ്റെ കീഴിലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ചെയർമാൻ ഇല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും മെമ്പറിനെ നമ്മൾ ചെയർമാനായിട്ട് എലക്ട് ചെയ്യും. ആ ചെയർമാനെ ഷോ ഓഫ് ഹാൻഡ്സ് വഴിയാണ് എലക്ട് ചെയ്യുന്നത്. ഷോ ഓഫ് ഹാൻഡ്സ് വഴി എലക്ട് ചെയ്ത ചെയർമാൻ തർക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ പോൾ വിളിക്കും. തൽക്കാലം ആ പോൾ വിളിക്കുന്ന അജണ്ട ഐറ്റത്തിൽ ഷോ ഓഫ് ഹാൻഡ്സ് വഴി എലക്ട് ചെയ്ത ചെയർമാനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ പോൾ അജണ്ട പ്രൊസീഡ്. സോ ഇതാണ് ചെയർമാൻ. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ എഴുപ്പുണ്ട്. ചെയർമാൻ ആപ്ലിക്കബിൾ ലോ കംപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് നോക്കണം, പ്രോപ്പറായിട്ട് മീറ്റിംഗ് നടക്കുന്നുണ്ടെന്ന് നോക്കണം, എല്ലാവർക്കും തുല്യ പങ്കാളിത്തം കൊടുക്കുന്നുണ്ടെന്ന് നോക്കണം, എല്ലാവർക്കും ചർച്ചയ്ക്കുമുള്ള അവസരങ്ങൾ കൊടുക്കണം, എല്ലാവർക്കും അവരവരെ പറയത്തില്ല അഭിപ്രായങ്ങൾ പറയാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം, ഒരുപാട് ലെങ്തി ആയിട്ട് ഡിസ്കഷൻസ് പോകാനും പാടില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയത്തില്ല, ഇപ്പോൾ ഒരു നിയന്ത്രിക്കുന്ന ഒരു മീറ്റിങ്ങിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്ന ബാധ്യത എന്ന് പറയുന്നത് ചെയർമാനിന് ഉള്ളതാണ്. അതുകൊണ്ടാണ് വളരെ കമ്പനിയുടെ പ്രൊമോട്ടറും വളരെ സീനിയർ ആയിട്ടുള്ള ഡയറക്ടറും എത്രയോ വർഷം ആ കമ്പനിയുമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചെയർമാനായിട്ട് വയ്ക്കുന്നത്. അങ്ങനെ ആയിരിക്കും. ചെയർമാൻ ഒരു ഓപ്ഷൻ അല്ല, അങ്ങനെയാണ്. ഓക്കെ, മതി. നമുക്ക് ബിഫോർ വി ഗോ ടു അതർ ഏരിയ, പ്രസൻസ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ആൻഡ് സെക്രട്ടറി ഓഡിറ്റർ ജനറൽ മീറ്റിംഗ് ചെറിയൊരു കാര്യമേ ഉള്ളൂ, അത് പറഞ്ഞു പോവാം. ആക്ച്വലി ഈ സെക്ഷൻ നമ്പറായിട്ട് ഇവിടെ പഠിക്കണമെന്നില്ല, കാരണം മീറ്റിംഗ്സിൽ അങ്ങനൊരു സെക്ഷൻ ഇല്ല. പക്ഷേ വേറൊരു സ്ഥലത്ത് ഓഡിറ്റിൻ്റെ ഏരിയയിലൊക്കെ ഒരു സെക്ഷൻ പറയുന്നുണ്ട്. കുട്ടികളെ ജനറൽ മീറ്റിംഗ് വരുമ്പോൾ AGM ആയാലും കൊള്ളാം, EGM ആയാലും കൊള്ളാം, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ അല്ലെങ്കിൽ സെക്രട്ടറി ഓഡിറ്റർ അല്ലെങ്കിൽ നല്ല ഉള്ള കമ്പനികളിൽ നമ്മൾ മാൻഡേറ്ററി ആയിട്ടും നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററോ അല്ലെങ്കിൽ സെക്രട്ടറി ഓഡിറ്ററോ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതാണ്. നിങ്ങൾക്കറിയാം, നോട്ടീസ് അയക്കുന്ന ആർക്കൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മെമ്പർമാർക്ക് അയക്കണം, മരിച്ചുപോയ മെമ്പറാണെങ്കിൽ ഡിസീസ്ഡ് മെമ്പറിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് അയക്കണം, ഡയറക്ടർമാർക്ക് അയക്കണം, മൂന്നാമത് നമ്മൾ പഠിച്ചു ഓഡിറ്റർമാർക്ക് അയക്കണം. അപ്പോൾ നമ്മൾ ഓഡിറ്റർമാർക്ക്
മാൻഡേറ്ററി ആയിട്ടും ജനറൽ മീറ്റിംഗിൻ്റെ നോട്ടീസ് അയച്ചു കൊടുക്കണം. അപ്പോൾ അത്തരം ജനറൽ മീറ്റിംഗ് നോട്ടീസസിൽ എസ്പെഷ്യലി AGMനെ സംബന്ധിച്ചോളം അവിടെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഡിസ്കസ് ചെയ്യുന്നത്, അവിടെയാണ് ഡിവിഡൻഡ് ചർച്ച ചെയ്യുന്നത്, അവിടെയാണ് ഓഡിറ്റർ അപ്പോയിൻമെൻറ്റും അതുപോലെ തന്നെ അവരുടെ റെമ്യൂണറേഷനൊക്കെ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ഓഡിറ്റ് ബിസിനസ്സാണ്. അത്തരം മീറ്റിങ്ങുകളിൽ തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഓഡിറ്റ് റിപ്പോർട്ടും ചർച്ച ചെയ്യുന്നതുകൊണ്ട് അവിടെ ഓഡിറ്ററിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. സെക്ഷൻ 146 പ്രകാരം, അത് ഓഡിറ്റിൽ വരുന്ന ഏരിയയാണ് പ്രകാരം, ജനറൽ മീറ്റിങ്ങുകളിൽ ഓഡിറ്റേഴ്സ് നേരിട്ട് പങ്കെടുക്കണം. പക്ഷേ ഈ നേരിട്ട് പങ്കെടുക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സീനിയർ ചാർട്ടേഡ് അക്കൗണ്ടിനെ സംബന്ധിച്ചോളം, സീനിയർ പ്രാക്ടീസിങ് കമ്പനീസ് സംബന്ധിച്ചോളം എല്ലാ കമ്പനികളുടെയും ജനറൽ മീറ്റിങ്ങിൽ ചിലപ്പോൾ പോയിരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് അവിടെ പറയുന്നുണ്ട് അവർക്ക് നേരിട്ട് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് എങ്കിലും ഇത്തരം മീറ്റിങ്ങുകളിൽ മാൻഡേറ്ററി ആയിട്ട് അറ്റൻഡ് ചെയ്തിരിക്കണം. ഈ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറയുന്നതും സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ആവാനായിട്ടോ അല്ലെങ്കിൽ സെക്രട്ടറി ഓഡിറ്റർ ആവാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ആളായിരിക്കണം. അല്ലാതെ അവിടുത്തെ സ്റ്റാഫിനെയോ ട്രെയിനിയോ ഒന്നും പറഞ്ഞയച്ചാൽ പോരാ. അവരും ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ട് ആയിരിക്കണം, അല്ലെങ്കിൽ ക്വാളിഫൈഡ് കമ്പനി സെക്രട്ടറി ആയിരിക്കണം. അവരെ മാത്രമേ വിടാവൂ. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ചെയ്ത ഓഡിറ്ററോ സെക്രട്ടറി ഓഡിറ്റർ ചെയ്ത ഓഡിറ്ററോ ആണ് പോകേണ്ടത്. പക്ഷെ പ്രാക്ടിക്കലായിട്ട് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ലോയിൽ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് പോകാൻ പറ്റാത്ത പക്ഷം അവർ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ്സിനെ അയച്ചാലും മതി. ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ്സും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഓഡിറ്റേഴ്സ് ആയിരിക്കണം എന്നുള്ളത് മറക്കരുത്. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, മറ്റുള്ള ഇതര ബിസിനസ് കാര്യങ്ങളിൽ ഇവർക്ക് ചർച്ചയിൽ പങ്കെടുക്കാനോ ഇവർ അഭിപ്രായങ്ങൾ കേൾക്കാറോ ഇല്ല. ഓഡിറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്ന അജണ്ട ഐറ്റത്തിൽ മാത്രം ഇവരെ കേൾക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, AGMൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ഡയറക്ടേഴ്സ് റിപ്പോർട്ടും ഓഡിറ്റേഴ്സ് റിപ്പോർട്ടും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സെക്രട്ടറി ഓഡിറ്റ് റിപ്പോർട്ട് ചർച്ച ചെയ്യും, അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് റിപ്പോർട്ട് ചർച്ച ചെയ്യും. അത്തരം ചർച്ചകൾ വരുമ്പോൾ ഓഡിറ്റർ എന്ന രീതിയിൽ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ഇൻ ടേൺ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചോദിക്കും. അല്ലാതെ മറ്റുള്ള അജണ്ട ഐറ്റത്തിലും ബിസിനസ് കാര്യങ്ങളിലും ഇവരെ അഭിപ്രായം ചോദിക്കാനല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരം ആൾക്കാരെ നമ്മൾ മീറ്റിംഗിൽ വിളിക്കും. സോ എനിവേ ഇറ്റ് ഈസ് an appreciation for our professionals that you are also been mandatorily been invited to attend the general meetings of the company, especially AGM of the company, where you will get a face-to-face opportunity to meet the shareholders of the company, and you will get an opportunity to reply any queries raised by the shareholders of the company with regarding to the matters relating to the audit of the company, not general things. Okay, പിന്നെ ഒരു പോയിന്റ് നേരത്തെ പറഞ്ഞു, നേരിട്ട് ഈ പറയുന്ന ആ ഫേമിൻ്റെ പാർട്ട്ണറിനോ അല്ലെങ്കിൽ ആ ഫേമിൻ്റെ ഓഡിറ്ററിനോ ചിലപ്പോൾ നേരിട്ട് പോകാൻ പറ്റത്തില്ല എങ്കിൽ നിങ്ങളൊരു ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവിന് വിട്ടാൽ, ഇപ്പോൾ വിലു ബാലകൃഷ്ണൻ കമ്പനി സെക്രട്ടറി എന്നാണ് എൻ്റെ ഫേം, എനിക്കൊരു സെക്രട്ടറി ഓഡിറ്റ് ഉണ്ടെന്ന് വയ്ക്കുക, ഞാനാണ് സെക്രട്ടറി ഓഡിറ്റർ. ഇപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ എന്നെ പ്രതിനിധീകരിച്ചുകൊണ്ട് എൻ്റെ ഓഫീസിൽ എനിക്ക് വേറെ ആളെ വിടാം. പക്ഷെ ആ ആൾ സ്റ്റാഫ് ആവാൻ പാടില്ല. ആ ആളും ഒരു സെക്രട്ടറി ഓഡിറ്റർ ആവാനുള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആളായിരിക്കും. പറഞ്ഞു മനസ്സിലായില്ലേ? സോ ദാറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി വെരി ഇമ്പോർട്ടൻറ്റ്, ആൻഡ് ഓഫ് കോഴ്സ് എ റെക്കഗ്നേഷൻ ടു our profession. Not only recognition, but there is responsibility also, because you should be equipped to reply to the queries raised by the shareholders of the company. They may ask about especially listed companies of Michola. They may also ask about queries regarding provisioning, adjustment, financial provisioning and all, taxation matters, or some like related party transaction disclosures and all. So you are supposed to prepare that enough prepared to give reply or clarifications to the shareholders' query if they are asking on a face-to-face basis. So now break ചെയ്യുന്നില്ല, I think ഒറ്റ ഷെഡ്യൂൾ അങ്ങ് തീക്കാം. സെക്ഷൻ ഓർഡറിലാണ്. നെക്സ്റ്റ് is proxy. Very, very important provision, proxy. So proxy പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാനിങ്ങനെ ലൈൻ ബൈ ലൈൻ വായിച്ച് പഠിപ്പിക്കാറില്ല. I will keep on explaining. Everything is there in the study material. Please study today or tomorrow so that it is well settled.
Section 105, proxy. And as I told, you will never hear about proxy in board meeting. Board meeting le proxy endru vakke kekkathilla because board meeting, you cannot appoint a proxy by a director because board meeting is a confidential and sensitive meeting where proxies are not allowed. There is no system of proxy, to be frank. But shareholders ne sambandhichoളം proxy allowable. Now I'll start from the scratch. എന്തിനാണ് proxy എന്നുള്ളത്? സി കുട്ടികളെ ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ ചെന്നൈയിൽ ഒരു കമ്പനിയിലെ ഷെയർ ഹോൾഡറാണ് ഞാൻ. അസ്യൂം ദാറ്റ് ഐ ഹാവ് സം 5,000 ഷെയർസ്. ആൻഡ് യു ഓൾ നോ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിങ്ങിന് പോകുന്നത് ബേസിക്കലി വോട്ട് ചെയ്യാനാണ്. വോട്ടിടാനാണ്. അജണ്ട ഐറ്റത്തിലെ ഓരോ ഐറ്റത്തിലും ചർച്ച നടത്തിയതിനു ശേഷം ഓരോ ഷെയർ ഹോൾഡേഴ്സും അവരുടെ കൺസെൻറ്റോ ഡിസെൻറ്റോ, പോസിറ്റീവ് നെഗറ്റീവ്, കൺസെൻറ്റ് ഓർ ഡിസെൻറ്റ് രേഖപ്പെടുത്തും. അതിനെയാണ് നമ്മൾ വോട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വോട്ട് കാസ്റ്റ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ചോദ്യം, ഞാൻ ഇവിടുന്ന് ട്രെയിനിലോ ഫ്ലൈറ്റിലോ ഇത്രയും ദൂരം സഞ്ചരിച്ച് അവിടെ പോയി വോട്ട് ചെയ്ത് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഒരു കോസ്റ്റ്ലി അഫെയർ ആണ്. അതുപോലെ തന്നെ ടൈം കൺസ്യൂമിംഗ് ആണ്. അതുപോലെ തന്നെ ആ കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ബോംബെയിൽ നിന്നും ചെന്നൈയിൽ നിന്നും ഡൽഹിയിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നും ഗുജറാത്തിൽ നിന്നും കേരളത്തിൽ നിന്നും കൊച്ചിയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും ഒക്കെ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവാം. ഇവരെല്ലാവരും പറന്നു വന്ന് വോട്ട് കാസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല. കാരണം വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു എക്സ്പെൻസും യാത്ര ചെയ്യുന്ന ഒരു എക്സ്പെൻസും ഷെയർ ഹോൾഡേഴ്സിന് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കാറില്ല ഡയറക്ടർമാരെ പോലെ. ഡയറക്ടർമാർക്ക് സിറ്റിംഗ് ഫീ കിട്ടും. ഡയറക്ടർമാരുടെ യാത്രാ ചെലവൊക്കെ കമ്പനിയാണ് നോക്കുന്നത്. പക്ഷെ പാവം ഷെയർ ഹോൾഡറിനെ സംബന്ധിച്ചോളം ഈ യാത്രാക്കൂലിയും ഈ മെനക്കേടും ഒന്നിനും തന്നെ ഒരു പൈസയും തിരിച്ചു കിട്ടത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് മുതൽ കമ്പനി ലോയുടെ കീഴ്വഴക്കങ്ങൾ നോക്കിയെന്നുണ്ടെങ്കിൽ വളരെ പണ്ട് മുതൽ തന്നെ ഈ പ്രോക്സി സിസ്റ്റം എന്നൊരു സംഭവം വെച്ചിട്ടുണ്ട്. അസ്യൂം ദാറ്റ് സഞ്ജു ഈസ് മൈ ഫ്രണ്ട് ആൻഡ് ഷീ ഈസ് staying at Chennai and little bit കമ്പനി കാര്യങ്ങളെ കുറിച്ച് അറിയാമെന്നുള്ളൊരു ആളാണ് പൊതുവെ. അപ്പം ഞാൻ ഇവിടെ നിന്നും യാത്ര ചെയ്ത് ആ കമ്പനിയിൽ 5,000 ഷെയർ വെച്ചിട്ടുള്ളത് കൊണ്ട് അവിടെ ഒരു കമ്പനി ഉണ്ട് എന്ന് വയ്ക്കുക. ഞാൻ ഇവിടെ നിന്നും യാത്ര ചെയ്ത് അവിടെ പോയി എൻ്റെ വോട്ട് മീറ്റിങ്ങിൽ കാസ്റ്റ് ചെയ്യുന്നതിന് പകരം ഞാൻ സഞ്ജു, എൻ്റെ ഫ്രണ്ടായ സഞ്ജു, ചെന്നൈയിൽ താമസിക്കുന്ന സഞ്ജുവിൻ്റെ അടുത്ത് ഞാനൊരു ഫോം കൊടുക്കും. ആ ഫോമിൻ്റെ പേര് പ്രോക്സി ഫോമാണ്. MGT11 എന്നൊരു ഫോർമാറ്റ് ഉണ്ട്. കുറച്ച് കഴിഞ്ഞ് വരും അത്. MGT11 എന്ന് പറയുന്ന ഫോർമാറ്റിൽ ഞാനൊരു പ്രോക്സി ഫോം കൊടുത്ത് എനിക്ക് പകരം ഈ പറയുന്ന മീറ്റിങ്ങിൽ EGM ആയാലും AGM ആയാലും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യാനായിട്ട് ഞാൻ സഞ്ജുവിനെ അപ്പോയിൻ്റ് ചെയ്തത് കൊണ്ട് കമ്പനിക്ക് ഈ ഫോം കൈമാറും. അപ്പോൾ എൻ്റെ പ്രോക്സിയാണ് സഞ്ജു. സഞ്ജു ആ മീറ്റിങ്ങിൽ പോകുന്നു, എനിക്ക് വേണ്ടി വോട്ട് ചെയ്യും. ആ വോട്ട് ഞാൻ ചെയ്യുന്നതിന് തുല്യമാണ്. അതാണ് 105 ലീഗൽ പ്രത്യേകത. സോ ദിസ് ഈസ് എ വെരി വെരി കൺവെൻഷണൽ കൺസെപ്റ്റ് ഓഫ് പ്രോക്സി. ഞാൻ ഇങ്ങനെ എക്സാമ്പിൾ തന്നെ മൊത്തം പഠിപ്പിക്കാം. ഓക്കെ, ഈ സ്ക്രിപ്റ്റ് മറന്നു പോരുത്. ഞാൻ ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയുടെ ഷെയർ ഹോൾഡറാണ്. 5,000 ഷെയർ വെച്ചിട്ടുണ്ട്. ആ കമ്പനിയുടെ AGM ചെന്നൈയിലുള്ള രജിസ്റ്റേർഡ് ഓഫീസിൽ വെച്ചാണ് നടക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് പോയി എൻ്റെ വോട്ട് മീറ്റിങ്ങിൽ കാസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് സഞ്ജു ചെന്നൈയിലുണ്ട്. സഞ്ജുവിനെ വിളിച്ചു ചോദിക്കുന്നു, ഷീ കൺസെൻറ്റ്. ഞാൻ ഒരു ഫോം ചെയ്ത്, ഫോമിൻ്റെ ഫോർമാറ്റ് ഉണ്ട്, ചെറിയൊരു സ്ലിപ്പാണത്. ഒരു ഫോർമാറ്റ് ഉണ്ട്, MGT11 എന്നൊരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിൽ സഞ്ജുവിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതി റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് ഞാനതിനെ സഞ്ജുവിന് തന്നെ ഏൽപ്പിക്കുന്നു. ഞാനതിനെ കമ്പനിക്ക് അയച്ചു കൊടുക്കുന്നു. കമ്പനിയുടെ രജിസ്റ്റർ ഓഫീസിൽ ആ ഫോം കൊടുക്കുന്നു. എൻ്റെ വോട്ട് കാസ്റ്റ് ചെയ്യാനായിട്ട് സഞ്ജുവിനെ ഓതറൈസ് ചെയ്തുകൊണ്ട് ഞാൻ പ്രോക്സി ഫോം കൊടുക്കുകയാണ്. പ്രോക്സിക്ക് രണ്ടർത്ഥമുണ്ട്. ഞാൻ അപ്പോയിൻ്റ് ചെയ്യുന്ന ഫോമിൻ്റെ പേരും പ്രോക്സിയാണ്, ഞാൻ അപ്പോയിൻ്റ് ചെയ്യുന്ന ആളെ പേരും പ്രോക്സിയാണ് നിയമപരമായിട്ട്. അപ്പോൾ സഞ്ജു ഈസ് മൈ പ്രോക്സി ആൻഡ് ഷീ വിൽ ഗോ അറ്റ് ദ മീറ്റിംഗ് ടൈം and she will go and vote and come. അപ്പോൾ എൻ്റെ വോട്ട് നഷ്ടപ്പെട്ടില്ല, ഞാൻ പോയുമില്ല. I hope it is clear. Now few things very 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 important. Point number 1,
എല്ലാം സ്റ്റഡി മെറ്റീരിയലോട്ട് ഡീറ്റെയിലായിട്ട് വരച്ച് പഠിപ്പിക്കുന്ന കാട്ടുകൾ എളുപ്പം ഇങ്ങനെ പഠിപ്പിക്കുന്നതാണ്. സഞ്ജു എൻ്റെ പ്രോക്സിയാണെന്ന് മറക്കരുത്. പ്രോക്സിക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ. പ്രോക്സിക്ക് സംസാരിക്കാനോ എൻ്റെ അഭിപ്രായങ്ങൾ അവിടെ പോയി പറയാനോ ഒരു അജണ്ട ഐറ്റം ചർച്ച ചെയ്യുമ്പോൾ അതിലെ ചർച്ചയിൽ പങ്കെടുക്കാനോ ഉള്ള അധികാരം ഇല്ല. കാരണം ഞാൻ സഞ്ജു എന്ന് പറയുന്ന വ്യക്തിയെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ വോട്ട് കാസ്റ്റ് ചെയ്യാനാണ്. വോട്ട് വിളിക്കുമ്പം മാത്രം അവിടെ വോട്ട് ചെയ്യാം. അല്ലാതെ അഭിപ്രായങ്ങളും ഡെലിബറേഷൻസിലും ചർച്ച ചെയ്യാനുള്ള അധികാരം ഞാൻ കൊടുത്തിട്ടുമില്ല. അങ്ങനെ ഒരു അധികാരം ഇല്ല. ചിലപ്പോൾ സംസാരിക്കുമായിരിക്കാം, പക്ഷെ അതൊന്നും തന്നെ മിനിറ്റ്സിനും വരത്തില്ല. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, പ്രോക്സിക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ. അത് പോൾ വിളിക്കുമ്പോൾ മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രോക്സിക്ക് ഷോ ഓഫ് ഹാൻഡ്സ്, കൈപ്പൊക്കി കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, വോട്ടെടുക്കുന്ന പ്രോസസ്സിൽ ഒരിക്കലും പങ്കെടുക്കാനുള്ള അധികാരമില്ല. പ്രോക്സി കനോട്ട് മൂവ്, പ്രോക്സി കനോട്ട് ഷോ ഹിസ് ഹാൻഡ്സ്. Proxy can only cast his vote when a poll is being called. So impliedly, when many members has appointed proxies for a general meeting, at a general meeting, the chairman of the meeting will obviously call for a poll, because unless and until a poll has been called, proxy cannot cast his vote. Show of hands വിളിച്ച പ്രോക്സിക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചെയർമാൻ എന്തായാലും എന്ത് വിളിക്കും? പോൾ വിളിക്കും. ഓക്കെ. പോയിന്റ് നമ്പർ 3, പ്രോക്സി ഈസ് നോട്ട് കൗണ്ടഡ് ഫോർ ദ പർപ്പസ് ഓഫ് കോറം. നമ്മൾ കുറച്ച് പേര് പഠിച്ചതേ ഉള്ളൂ. പ്രോക്സി ഈസ് കൺസിഡർഡ് എസ് എ മെമ്പർ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ബട്ട് കോറം എന്ന് പറയുന്ന നമ്പറിൽ പ്രോക്സിയെ എക്സ്ക്ലൂഡ് ചെയ്യും കൂട്ടത്തിൽ. ഓക്കെ. ആൻഡ് പോയിന്റ് നമ്പർ 4, വെരി ഇമ്പോർട്ടൻറ്റ്, ഒരു വ്യക്തിക്ക് 50 ഷെയർ ഹോൾഡറിന്റെ പ്രോക്സിയാവും. അതായത് സഞ്ജു ഇപ്പോൾ ചെന്നൈയിൽ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ പോകുന്നു. ഇത് പലരും അറിയുന്നു. അതർ ഫെല്ലോ ഷെയർ ഹോൾഡേഴ്സ് ഫ്രം കേരള ഓർ ട്രിവാൻഡ്രം ഓർ സംബടി ഇവിടെ അറിയുമ്പോൾ വേണമെങ്കിൽ എല്ലാവർക്കും വേണമെങ്കിൽ അവരെ വോട്ട് കാസ്റ്റ് ചെയ്യാൻ ആരെ ഏൽപ്പിക്കാം? സഞ്ജുവിനെ ഏൽപ്പിക്കാം. പക്ഷെ അങ്ങനെ സഞ്ജുവിന് എത്ര പേരെ പറ്റത്തുള്ളൂ? 50 പേരുടെ പ്രോക്സിഷിപ്പ് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ 50 പേരുടെ ഷെയർ ക്യാപിറ്റൽ കൂട്ടി നോക്കുമ്പോൾ ആ കമ്പനിയുടെ 10% മുകളിൽ ഷെയർ കൂടാനും പാടില്ല. അസ്യൂം ദാറ്റ് ഞാൻ 4% വെച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ വോട്ടെടുത്തല്ലേ അയാളെടുത്തു, അയാളെന്റെ പ്രോക്സിയാണ്, അപ്പൊ 4%. ഇനി അങ്ങനെ അയാൾക്ക് 1-2 പേരുടെയും കൂടെ വോട്ട് ചെയ്യാം. പക്ഷേ ഈ പ്രോക്സിയായിട്ട് സ്വീകരിച്ച ആൾക്കാരുടെ ടോട്ടൽ പെർസെൻറ്റേജ് സഞ്ജുവിനെ സംബന്ധിച്ചോളം കമ്പനിയുടെ പെർസെൻറ്റേജിൽ 10% കൂടാൻ പറ്റത്തില്ല. കാരണം ഒരു പ്രോക്സിക്ക് 50 പേരുടെ പ്രോക്സി ആവാം. പക്ഷെ അപ്പർ ലിമിറ്റ് ഓഫ് വോട്ടിംഗ് എത്രയാണ്? 10% ഓഫ് ദ ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അതിന് മുകളിലാണെന്നുണ്ടെങ്കിൽ സഞ്ജുവിന് ഇനി വേറൊരാൾക്ക് കൂടെ പ്രോക്സി ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ 7 പേര് ചേർന്ന് സഞ്ജു പ്രോക്സി ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. പക്ഷെ 11% 7ാമത്തെ ആൾ തട്ടിക്കളയാണ്. കാരണം 10% അകത്ത് എന്ത് ചെയ്യണം? ഷെയർ ക്യാപിറ്റൽ നിർത്തിയിരിക്കണം. അത് വലിയൊരു കാര്യമാണ്. കാരണം ഒരാളുടെ കയ്യിൽ 10% വോട്ടിരിക്കുകയാണെന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ 10% മുകളിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? നമ്മൾ അനുവദിക്കത്തില്ല. ദാറ്റ് ഈസ് അഗൈൻസ്റ്റ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. വളരെ വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും സ്റ്റോപ്പ് ചെയ്ത് ചോദിക്കും. 4 പോയിന്റായി. 5 പറഞ്ഞു. അതായത് പ്രോക്സി വച്ചിരിക്കുന്ന മെമ്പേഴ്സിന്റെ ഷെയർ കേൾക്കുന്നില്ല. ഇല്ല, അത് നമ്പറാണ്. 50 എന്ന് പറഞ്ഞ നമ്പറും. പക്ഷെ 50 പേരും വച്ചിരിക്കുന്ന ഷെയർ എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ 10% മുകളിൽ പോകാനും പാടില്ല. മനസ്സിലായില്ല? അതാണ് ഞാൻ പറഞ്ഞത്. ഇത് രണ്ടും മീറ്റ് ചെയ്യണം. ഈ 50 എന്ന് പറയുന്നത് സാങ്കല്പികമാണ്, ലോയിൽ അനുവദിച്ചേ ഉള്ളൂ. അങ്ങനെ ഒരിക്കലും നടക്കത്തില്ല. പക്ഷെ എങ്കിലും ഞാൻ അതാ എക്സാമ്പിൾ. സഞ്ജു 50 പേരുടെ പ്രോക്സി ആയിട്ട് സഞ്ജു പോവാണെന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ്
50 പേരുടെ പേഡപ്പ് ഷെയർ ക്യാപിറ്റൽ വച്ചിരിക്കുന്ന ഷെയർ ക്യാപിറ്റൽ പെർസെൻറ്റേജ് കൂട്ടുമ്പോൾ 10% താഴെ നിൽക്കണം. അതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ ആരൊക്കെയാണ് മുകളിൽ പോകുന്നത് അവരെ നിങ്ങൾക്ക് പ്രോക്സി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? യെസ്. സോ ദാറ്റ് ഈസ് എ ക്രിട്ടിക്കൽ ഇന്റർപ്രിട്ടേഷൻ. ഇതൊക്കെ എക്സ്ട്രീം ഓഫ് എക്സ്ട്രീം സിറ്റുവേഷൻ ആണ്. നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിൽ പോകുമ്പോഴാണ് നിങ്ങളിൻ്റെ ഒരു രസകരമായ സംഭവം ഈ വോട്ടിങ്ങിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വോട്ടിംഗ് ഉള്ളപ്പം പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല പ്രോക്സി. അതൊക്കെ പ്രാക്ടിക്കലി അങ്ങനെയൊക്കെ ഉണ്ട്. കാരണം ഈ പ്രോക്സി ഒരു കൺവെൻഷണൽ മെത്തേഡാണ്. ഇന്നിപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് വോട്ട് ചെയ്യാം. ഈ വോട്ടിംഗ് എന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ നിന്ന് തന്നെ വോട്ട് ചെയ്യാം, അപ്പോൾ റിമോട്ട് വോട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ സഞ്ജുവിന് വയ്ക്കേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇംപ്രാക്ടിക്കബിളായി ഇതൊക്കെ റിലവൻ്റ് ആയി തുടങ്ങി, റിഡൻഡൻ്റ് ആയി തുടങ്ങി. പക്ഷേ ട്രഡീഷണൽ ആണ്. നമ്മൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ പോകുന്നു. നമുക്കത് പിന്നെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. യെസ്, തീർന്നില്ല, ഇനിയുണ്ട്. 5ാമത്തെ പോയിന്റ്, ഇഫ് ഐ റിമെമ്പർ, ഇസ് മൈ 5th പോയിന്റ്. പ്രോക്സി വാലിഡ് ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു പ്രോക്സി വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ പ്രോക്സി ഫോം MGT 11 എന്ന് പറയുന്ന ഫോം മീറ്റിംഗ് നടക്കുന്ന സമയത്തിന് 48 മണിക്കൂറിന് മുമ്പ് രജിസ്റ്റർ ഓഫീസിൽ കിട്ടിയിരിക്കണം. ഒന്നുകൂടി പറയാം. പ്രോക്സി വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ മീറ്റിംഗ് നടക്കുന്ന സമയം, ഫോർ എക്സാമ്പിൾ തിങ്കളാഴ്ച 11 മണിക്കാണ് മീറ്റിംഗ് എങ്കിൽ സ്വാഭാവികമായിട്ട് 2 ദിവസം മുമ്പ്, ലീവൊക്കെ കൂട്ടും, 2 ദിവസം മുമ്പ് 48 മണിക്കൂറിന് മുമ്പ് എന്ത് ചെയ്തിരിക്കണം? ഈ പറയുന്ന പ്രോക്സി ഫോം രജിസ്റ്റർ ഓഫീസിൽ എത്തിയിരിക്കണം. ഇത് കുറച്ച് നേരത്തെ ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ 48 മണിക്കൂറിൻ്റെ അകത്തായി പോയെന്നുണ്ടെങ്കിൽ ആ പ്രോക്സി ഫോം ഇൻവാലിഡ് ആയി. അപ്പോൾ in order to have a valid proxy appointment, I should make sure that in our example, Sanju's form, that is MGT 11, has to reach the registered office of the company at least 48 hours before the meeting time. Any shorter period will make the proxy appointment invalid. Point number 5. Now point number 6. Proxy need not be a member of the company, and proxy does not need any relationship with the company. പ്രോക്സി കമ്പനിയുടെ മെമ്പർ ആയിരിക്കണമെന്നില്ല. ആരെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോക്സി ആയിട്ട് അപ്പോയിന്റ് ചെയ്യാം. പ്രോക്സിക്ക് 18 വയസ്സിന് മുകളിലാണ് ഒബ്വിയസ്ലി. കാരണം ഇതൊരു കോൺട്രാക്ട് ആണല്ലോ അല്ലേ? ബിക്കോസ് ദ ലോ ഗവേണിംഗ് പ്രോക്സി ഈസ് ബേസിക്കലി കോൺട്രാക്ട് ലോ ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ്. ഞാനും സഞ്ജുവും തമ്മിലുള്ള ഇവിടുത്തെ റിലേഷൻഷിപ്പ് വെച്ചാൽ പ്രിൻസിപ്പൽ ഏജന്റ് ആണ്. അപ്പോൾ എൻ്റെ വോട്ട് ചെയ്യാനുള്ള അവകാശത്തിനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? സഞ്ജുവിന് കൊടുക്കുന്നത്. സോ ഷീ ഈസ് മൈ ഏജന്റ് ആൻഡ് ഐ ആം ദ പ്രിൻസിപ്പൽ. ആൻഡ് so since it has a flavor of contract law, make sure that all the eligibility of entering into contract is there for my proxy. Okay. About point number 7, the proxy form can be revoked by the member before he or she cast the vote. എൻ്റെ പ്രോക്സി ഒരു വോട്ട് ഞാൻ പറഞ്ഞയച്ചിട്ടുള്ള മീറ്റിങ്ങിൻ്റെ ഏതെങ്കിലും അജണ്ട ഐറ്റത്തിൽ വോട്ട് കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പ്രോക്സിയെ റിവോക്ക് ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്, പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പാണ്. പ്രിൻസിപ്പൽ റിവോക്ക് ചെയ്ത ഏജന്റ് അത് പിന്നെ അതോറിറ്റി ഇല്ലാതായിപ്പോൾ. വെരി ഇമ്പോർട്ടൻറ്റ്. ഐ ഹാവ് ദ റൈറ്റ് ടു റിവോക്ക് ദ പ്രോക്സി ബിഫോർ കാസ്റ്റിംഗ് വോട്ട്. അയാൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മാറ്റാൻ പറ്റത്തില്ല. പോയിന്റ് നമ്പർ 8. സഞ്ജു ഞാൻ ചെന്നൈയിൽ അവിടുത്തെ ആളാണ്, അവിടെ വോട്ട് ചെയ്യാനായിട്ട് ഏർപ്പെടുത്തി. പക്ഷെ എനിക്ക് രാവിലത്തെ ഫ്ലൈറ്റിൽ ചെന്നൈ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞാൻ അവിടെ 10:45 എത്തി. ഞാൻ ആ മീറ്റിംഗ് റൂമിൽ ഞാൻ വരികയാണെന്നുണ്ടെങ്കിൽ ബൈ ദ വെരി പ്രസൻസ് ഓഫ് ദ ഒറിജിനൽ മെമ്പർ ദ പ്രോക്സി സ്റ്റാൻഡ്സ് റിവോക്ഡ്. But that should be before casting vote. 7ാമത്തെ പോയിന്റ് വളരെ റിലവൻസ് ആണ്. If the original member is present at the meeting hall, now there is proxy already there. She or he is ready to vote, but I am there. Once the original member is present at the meeting hall, by the very presence of the original member, the proxy has been revoked. Impliedly,
ഇംപ്ലൈഡ്ലി, ബട്ട് മേക്ക് ഷുവർ ദാറ്റ് ദ വോട്ട് ഹാസ് നോട്ട് ബീൻ കാസ്റ്റ്. പക്ഷെ വോട്ട് കാസ്റ്റ് ചെയ്ത് പോയെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനിവിടെ ഉണ്ടായിട്ടും കാര്യമില്ല, എനിക്ക് പിന്നെ വോട്ട് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് മൾട്ടിപ്പിൾ വോട്ടിംഗ് ഈസ് നോട്ട് അറ്റ് ഓൾ അലൗഡ് ഇൻ ലോ. So the presence of the original member at the meeting room at the meeting will impliedly revoke the proxy appointed by me. Point number 8. So proxy appoint ചെയ്തതിനെ ബേസ് ചെയ്തിട്ടാണ് ബേസിക്കലി ഷോ ഓഫ് ഹാൻഡ്സ് കളഞ്ഞുകൊണ്ട് നമ്മൾ പോളിലോട്ട് പോകുന്നു നമുക്കറിയാം. കാരണം പ്രോക്സിക്ക് ഷോ ഓഫ് ഹാൻഡ്സിൽ വോട്ട് ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ സ്വാഭാവികമായിട്ട് പോൾ വിളിച്ചേ പറ്റൂ. അപ്പോൾ പോൾ വിളിക്കാനുള്ള സാധ്യതകളുണ്ടോ എന്നറിയാനായിട്ട് അവിടെ കുറേ ഷെയർ ഹോൾഡേഴ്സിന് താല്പര്യം കാണും, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് അറ്റ് ലാർജിന് താല്പര്യം കാണും. അങ്ങനെ ഉള്ളപ്പോൾ ഇതറിയാനായിട്ട് ഈ എല്ലാ പ്രോക്സീസിൻ്റെ ഡീറ്റെയിൽസും ആ കമ്പനി ഒരു രജിസ്റ്റർ ഓഫ് പ്രോക്സീസിൽ എഴുതി എൻ്റർ ചെയ്തിരിക്കും. ഈ രജിസ്റ്റർ ഓഫ് പ്രോക്സി മീറ്റിംഗ് ഹാളിൽ ഇൻസ്പെക്ഷൻ അവൈലബിൾ ആണ്. ഏത് മെമ്പറിനും രജിസ്റ്റർ ഓഫ് പ്രോക്സി പോയി പരിശോധിച്ച് നോക്കാം, ആർക്ക് വേണ്ടി ആരൊക്കെ പ്രോക്സി ആയിട്ട് വരുന്നു എന്നുള്ളത് നോക്കുന്നതിൽ തെറ്റില്ല. ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടൊരു മീറ്റിംഗ് നടക്കാനായിട്ട്, ഒരു നമ്മൾ പറയത്തില്ലേ കാര്യങ്ങൾ സുഗമമായിട്ട് നടക്കാനായിട്ട്, അങ്ങനെ ഒരു സെക്രട്ടറിയൽ പ്രാക്ടീസ് ഉണ്ട്. പോയിന്റ് നമ്പർ 10. റിവോക്കേഷനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. പ്രോക്സിക്ക് പൊതുവെ മീറ്റിംഗിൽ സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് സാറ് പറഞ്ഞു. കാരണം പ്രോക്സിക്ക് പോൾ വിളിക്കുമ്പോൾ വോട്ട് ചെയ്യാനേ പറ്റും. പ്രോക്സീസ് ആർ അപ്പോയിന്റഡ് ഫോർ വോട്ടിംഗ്, നോട്ട് ടു ഡെലിബറേറ്റ് ഇൻ ദ മീറ്റിംഗ് ഓർ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മീറ്റിംഗ്. പക്ഷേ പ്രോക്സിമാരവിടെ ഇരിപ്പുണ്ട്, പോൾ വിളിക്കുന്നതും പ്രതീക്ഷിച്ചിരിക്കുന്നു. ഒരു ഐറ്റം ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പോൾ വിളിക്കും, സഞ്ജു ഈ പറയുന്ന പല ഷെയർ പ്രോക്സീസ് റെഡി ആയിരിക്കുകയാണ്. പക്ഷേ ചെയർമാനോ അല്ലെങ്കിൽ അവിടെ മീറ്റിംഗ് സെക്രട്ടറിമാരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് ഷോ ഓഫ് ഹാൻഡ്സിലാണ് തീരുമാനിക്കാൻ പോകുന്നത് വയ്ക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഷോ ഓഫ് ഹാൻഡ്സ് വിളിച്ചു കഴിഞ്ഞാൽ പ്രോക്സിക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ പോയത് വെറുതെ ആവത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോക്സിക്ക് പോൾ ഡിമാൻഡ് ചെയ്യാം. പ്രോക്സിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഏക അവസരം എന്ന് പറയുന്നത് he or she can demand a poll if the poll is not automatically called by the chairman. ചെയർമാൻ ഒരു ഐറ്റം ഷോ ഓഫ് ഹാൻഡ്സിലോട്ട് പോകുന്നു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചു പറയും, സർ ഐ എം എ പ്രോക്സി ഓഫ് സോ ആൻഡ് സോ സോ ഐ റിക്വയർ ടു വോട്ട്. കാരണം അങ്ങനെ ഇടപെട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അത് ഷോ ഓഫ് ഹാൻഡ്സ് വഴി പാസ്സായി പോയാൽ നിങ്ങൾ പോയത് പിന്നെ വെറുതെ ആവും. കാരണം ഷോ ഓഫ് ഹാൻഡ്സിൽ പ്രോക്സിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. So since show of hands you cannot participate, you can, and if the poll is not being called by the chairman suo moto, then you can demand a poll. In demanding the poll, here the proxy can speak or open his or her mouth. And I think this is the only time where proxy can speak. Otherwise proxy cannot speak. So I hope I had touched most of things. എല്ലാം എഴുതിയിട്ടുണ്ട് അതിൻ്റെ അകത്ത്. ഞാൻ 10% കേസ് സഞ്ജു ചോദിച്ചതുകൊണ്ട് ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞത് ഒരു മെമ്പറിന് പ്രോക്സി അപ്പോയിന്റ് ചെയ്യാം. ഒരു പ്രോക്സിയെ സംബന്ധിച്ചോളം 50 പേരുടെ പ്രോക്സി എടുക്കാം. പക്ഷേ എല്ലാവരുടെയും ഷെയർ ക്യാപിറ്റൽ കൂട്ടുമ്പോൾ 10% കൂടാൻ പാടില്ല. ഇതാണ് ഒരു സിനാരിയോ, ഒരു കാര്യം. ഇനി വേറൊരു കൺസെപ്റ്റ് ഉണ്ട് അതിൻ്റെ അകത്ത്. എനിക്ക് ബിലു എന്ന് പറയുന്ന വ്യക്തിക്ക് 10% മുകളിൽ ഷെയർ ഉള്ള ആളാണെന്ന് വയ്ക്കുക ഞാൻ, മറ്റതല്ല, ഇത് വേറെ കാര്യമാണ് പറഞ്ഞത്. എന്താണ്, എനിക്ക് 10% മുകളിൽ ഷെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു പ്രോക്സിയെ മാത്രമേ അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഒന്നിൽ കൂടുതൽ പ്രോക്സി അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ 10%വും ഈ 10% വേറെ കാര്യമാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് ഒരു പ്രോക്സിക്ക് 50 പേരുടെ പ്രോക്സിഷിപ്പ് എടുക്കാം, പക്ഷേ 50 പേരുടെ ഷെയർ ക്യാപിറ്റലും കൂട്ടുമ്പോൾ 10% മുകളിൽ പോകരുത്. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ഇപ്പം ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് അവിടെ ഞാനത് പറയാത്തത്. കാരണം ഉടനെ നിങ്ങൾ അത് കുറേ പോയിന്റ്സിന് ശേഷം പറയാൻ കഴിയാത്തതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഞാൻ 10% മുകളിൽ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എനിക്ക് മൾട്ടിപ്പിൾ പ്രോക്സി പറ്റത്തില്ല. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒറ്റ പ്രോക്സിയെ മാത്രമേ അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ പ്രോക്സി പിന്നെ വേറെ ആരുടെയും പ്രോക്സിഷിപ്പ് സ്വീകരിക്കാൻ പാടില്ല.
ഈ 10% കമ്പാരിറ്റീവ്ലി ലോജിക് ഒന്നാണ്. 10% എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് വോട്ടിംഗ് ആണ് എന്നുള്ളതാണ് എൻ്റെ കാര്യം. എനി ഡൗട്ട്സ് യു ക്യാൻ സ്റ്റോപ്പ് മിനാസ്. തലപോക്കേണ്ട, അത് ഒന്ന് ഇന്നോ നാളെ ഒന്ന് പഠിച്ചു കഴിയുമ്പോൾ ശരിയാവും. ബാക്കിയൊക്കെ പറഞ്ഞു. റൈറ്റ് ഓഫ് പ്രോക്സി പറഞ്ഞു. പ്രോക്സിക്ക് സംസാരിക്കാൻ അധികാരമില്ല, മീറ്റിംഗിൽ ചർച്ച ചെയ്യാൻ അധികാരമില്ല. ആപ്പടെ പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്നത് വോട്ട് ചെയ്യുക. ഇനി അഥവാ പോൾ വിളിച്ചില്ലെങ്കിൽ ഷോ ഓഫ് ഹാൻഡ്സിൽ പോകണമെങ്കിൽ പോൾ വേണമെന്ന് പറഞ്ഞ് ഡിമാൻഡ് ചെയ്യാം. അത് പ്രത്യേകം പിന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ടൈം ഡെപ്പോസിറ്റ് പറഞ്ഞു, 48 hours, എല്ലാ പോയിന്റ്സും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫോം പറഞ്ഞു, MGT 11. പ്രോക്സി റെക്കോർഡ് ചെയ്ത് രജിസ്റ്ററിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇൻസ്പെക്ഷൻ ഓഫ് പ്രോക്സി അത് വന്നിട്ട് 3 ദിവസം നോട്ടീസിൻ്റെ കാര്യം പറയാൻ പറ്റും. 3 ദിവസം മുമ്പ് ഷെയർ ഹോൾഡേഴ്സ് നോട്ടീസ് കൊടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോക്സി രജിസ്റ്റർ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും. 24 മണിക്കൂർ സമയമുണ്ട് ഇൻസ്പെക്ട് ചെയ്യാനായിട്ട്. മീറ്റിംഗ് തുടങ്ങുന്ന മുമ്പ് തൊട്ട് മീറ്റിംഗ് തീരുന്നത് വരെ 24 മണിക്കൂർ ഇൻസ്പെക്ട് ചെയ്യാം. ഓഫീസ് അവേഴ്സിൽ മാത്രമേ ഇൻസ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ. 9 മണി തൊട്ട് 6 മണി വരെ. നമ്മൾ ഓഫീസ് അവേഴ്സ് അങ്ങനെയാണല്ലോ കമ്പനീസ് ആക്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. രാവിലെ 9 തൊട്ട് വൈകിട്ട് 6 മണി വരെ സമയമുണ്ട്. അവിടെ നമുക്ക് പ്രോക്സി രജിസ്റ്റർ ഇൻസ്പെക്ട് ചെയ്യാൻ നാളെ. റിവോക്കേഷൻ ഓഫ് പ്രോക്സി, മെമ്പറിന് റിവോക്ക് ചെയ്യാം മറ്റേ ആൾ വോട്ട് ചെയ്യുന്ന മുമ്പ്. പക്ഷേ അതൊരു സൈഡ്. രണ്ടാമത്തെ സൈഡ്, എൻ്റെ പ്രസൻസോടുകൂടി, ഒറിജിനൽ മെമ്പറുടെ പ്രസൻസോടുകൂടി പ്രോക്സി ഓട്ടോമാറ്റിക്കായിട്ട് റിവോക്ക് ചെയ്തിരിക്കും. പക്ഷേ പ്രോക്സി വോട്ട് ചെയ്തിരിക്കരുത്. വോട്ട് ചെയ്താൽ പിന്നെ ഞാനവിടെ പോയിട്ടും കാര്യമില്ല, ഓൾറെഡി വോട്ട് വീണ് കഴിഞ്ഞു. ഐ തിങ്ക് കഴിഞ്ഞു. ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ തീർത്താണ്. ചില ഏരിയ ഞാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ തീർത്താലേ അത് നിൽക്കത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഇനിയുള്ളത് റീഡ് ഇട്ട് വെച്ചേക്കുക. എല്ലാ സ്ഥലത്തും ബിഫോർ ദ മീറ്റിംഗ്, ഞാൻ പറഞ്ഞില്ല ബോർഡ് മീറ്റിംഗ് ഇതുപോലെ ഏരിയ ഉണ്ട് അല്ലേ. ബിഫോർ ദ മീറ്റിംഗ്, അറ്റ് ദ മീറ്റിംഗ്, ആഫ്റ്റർ ദ മീറ്റിംഗ്. കമ്പനി സെക്രട്ടറി ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രോസസ്സ് പഠിച്ച ലോയെ തന്നെ അവരെന്ത് ചെയ്യും? വീണ്ടും എഴുതിയിരിക്കും. അവിടെ ബോർഡ് മീറ്റിംഗ് അതേ ഒരു ഏരിയ റീഡ് ഇട്ട് വെച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ചിലപ്പോൾ ചോദിച്ചു കളയും. അതുകൊണ്ട് ഇവിടെ അതുപോലെ ഏരിയ ഉണ്ട്, അത് നിങ്ങൾ പഠിക്കണം. ബിഫോർ ദ മീറ്റിംഗ്, അറ്റ് ദ മീറ്റിംഗ്, ആഫ്റ്റർ ദ മീറ്റിംഗ്. സോ റീഡ് ഇട്ട് വെക്കുക കേട്ടോ, വായിച്ചു വിട്ടാൽ മതി. എന്തായാലും ഡൗട്ട് ഉണ്ട് ചോദിക്കുക. എല്ലാം പറഞ്ഞ പോയിന്റ്സ് തന്നെ ആയിരിക്കും. അത് വീണ്ടും വീണ്ടും ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ പറഞ്ഞു മീറ്റിംഗ് നമുക്കൊരു കോർ ഏരിയ ആയിട്ട് ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട് പറയാത്തൊരു പ്രോക്സി കാര്യങ്ങളെക്കുറിച്ച് പറയും. ഇനി അടുത്ത വോട്ടിംഗ് ആണ്, അത് നമുക്ക് നാളെ നോക്കാം. ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട് പറയാത്ത 1-2 ഒരു ആസ്പെക്റ്റ് എനിക്ക് പറയാനുണ്ട്, അല്ലെങ്കിൽ വളരെ ശ്രദ്ധിച്ചേക്കണം. ഓക്കെ, എനിക്ക് ഒരാളെ പ്രോക്സിയായിട്ട് അപ്പോയിന്റ് ചെയ്യാം. പ്രോക്സിക്ക് 50 പേരെ പ്രോക്സി എടുക്കുകയും ചെയ്യാം. അതൊക്കെ നമുക്കറിയാം. ഇനി വളരെ കെയർഫുൾ ആയിട്ട് കേൾക്കണം, ബി വെരി കെയർഫുൾ. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ 1-ൽ കൂടുതൽ പ്രോക്സി അപ്പോയിന്റ് ചെയ്യാം. അതാണ് രസം. ഞാനിനി പേര് യൂസ് ചെയ്യുന്നില്ല. എനിക്ക് എയെ പ്രോക്സിയായിട്ട് അപ്പോയിന്റ് ചെയ്യാം. അതേ മീറ്റിംഗിൽ എനിക്ക് ബിയെ അപ്പോയിന്റ് ചെയ്യാം, സിയെ അപ്പോയിന്റ് ചെയ്യാം. എന്താ കാര്യം? പ്രാക്ടിക്കൽ എന്തായിരിക്കും? എ അപ്പോയിന്റ് ചെയ്തപ്പോൾ മീറ്റിങ്ങിനോടടുത്തപ്പോൾ എക്ക് ഒരു സംശയം, എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലേന്ന്. അപ്പോൾ എ റിവോക്ക് ചെയ്യുന്നതിന് പകരം, അല്ലെ അതവിടെ കിടപ്പുണ്ട്, എന്തായാലും അവൻ പോകത്തില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ബി അപ്പോയിന്റ് ചെയ്യും. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചുള്ള എയുടെ ഫോമും കാണും, ബിയുടെ ഫോമും കാണും. അപൂർവം സിറ്റുവേഷനാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് അത് പറയാത്തതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറയുന്നത്. സോ ദിസ് ഈസ് കോൾഡ് മൾട്ടിപ്പിൾ പ്രോക്സി. ഒരേ മീറ്റിംഗിൽ ഞാൻ 1-ൽ കൂടുതൽ ആൾക്കാരെ പ്രോക്സി ആയിട്ട് അപ്പോയിന്റ് ചെയ്യും. പ്രാക്ടിക്കലി നമ്മളങ്ങനെ ഒന്നിച്ച് എ ബി സി അപ്പോയിന്റ് ചെയ്യത്തില്ല. പ്രാക്ടിക്കലി അങ്ങനെ അപ്പോയിന്റ് ചെയ്യാനുള്ള കാരണം, എ അപ്പോയിന്റ് ചെയ്തപ്പോൾ എ ഡൗട്ട് പറഞ്ഞപ്പോൾ ഞാൻ ബി അപ്പോയിന്റ് ചെയ്തതാണ്, ശരിയല്ലേ? പക്ഷെ എയുടെ ഞാൻ റിവോക്ക് ചെയ്യാതെ തന്നെയാണ് ഞാൻ എന്ത് ചെയ്തത്? ബി എ അപ്പോയിന്റ് ചെയ്തത്. ഇനിയാണ് ശ്രദ്ധിച്ചേക്കേണ്ടത്. പ്രോക്സി വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ മീറ്റിങ്ങിന് 48 മണിക്കൂറിന് മുമ്പ് പ്രോക്സി ഫോം കൊടുത്തിരിക്കണം, അപ്പോയിന്റ് ചെയ്യണം. അപ്പോയിന്റ് ചെയ്ത് പ്രോക്സി ഫോം കൊടുക്കണം, അപ്പോയിന്റ് ചെയ്യണം. എന്റെ ചോദ്യം എയും അപ്പോയിന്റ് ചെയ്തു. 2-3 ദിവസം കഴിഞ്ഞ് എക്ക് ഡൗട്ട് പറഞ്ഞപ്പോൾ ഞാൻ ബി അപ്പോയിന്റ് ചെയ്തു. 2 പേരെയും അപ്പോയിന്റ് ചെയ്ത് 48 മണിക്കൂറിന് മുമ്പാണ്. അസ്യൂം ദാറ്റ് വ്യാഴാഴ്ച 10 മണിക്കാണ് മീറ്റിംഗ്.
അപ്പൊ വ്യാഴാഴ്ച 10 മണിക്കുള്ള മീറ്റിംഗിൽ പ്രോക്സി വാലിഡ് ആയിട്ട് കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബുധൻ ചൊവ്വാഴ്ച 10 മണിക്ക് മുമ്പ് രജിസ്റ്റേർഡ് ഓഫീസിൽ ഈ ഫോം കിട്ടിയിരിക്കണം. ഞാൻ എയുടെ ഫോം തലേ ശനിയാഴ്ച കൊടുത്തു, ശനിയാഴ്ച ഡൗട്ട് അവൻ വരുമോ എന്ന് സംശയമുള്ളതുകൊണ്ടായിരിക്കാം ഞാൻ തിങ്കളാഴ്ച ബിയുടെ ഫോമും കൊടുത്തു. ഈ സിനാരിയോയിൽ ആർക്ക് വോട്ട് ചെയ്യാൻ പറ്റും? രണ്ടുപേരും മീറ്റിംഗിന്റെ ഹാളിൽ വന്നു. ഹൂ വിൽ വോട്ട്? സൗമ്യ, അതാ രണ്ടുപേർക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതായത് ആ സമയവുമായിട്ട് അടുത്തുള്ള ആൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എക്സാമ്പിളിൽ ബി. ഇതെല്ലാവരും കെയർഫുൾ ആയിരിക്കണം കേട്ടോ. പ്ലീസ്, അടിമറ്റിലില്ല. അപ്പോൾ ഒന്നുകൂടി പറയാം, ഞാൻ എയെ അപ്പോയിന്റ് ചെയ്തു. അസ്യൂം ദാറ്റ് ഞാൻ എ അപ്പോയിന്റ് ചെയ്തത് ശനിയാഴ്ചയാണെന്ന് വയ്ക്കുക. അയാളൊരു സംശയം പറയാന്നൊരു കാര്യം പറയാനാ, അല്ല നീ ബി അപ്പോയിന്റ് ചെയ്ത്, നമുക്ക് നമ്മൾ മണ്ടന്മാരൊന്നുമില്ല ഒരിക്കലും. കാരണം രണ്ടുപേർക്ക് ഇന്നലെ വോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എ ഡൗട്ട് പറഞ്ഞുകൊണ്ടായിരിക്കാം ഞാൻ ബി എ ഞായറാഴ്ച അപ്പോയിന്റ് ചെയ്തു. ശനി ഞായർ വ്യാഴാഴ്ച മീറ്റിംഗ്, 48 മണിക്കൂർ ഡ്യൂ ആവുന്നത് ചൊവ്വാഴ്ച രാവിലെ 10 മണി. അപ്പോൾ ആർക്ക് മീറ്റ് ചെയ്യാൻ പറ്റും? ആർക്കാണ് അസ്യൂം ദാറ്റ് രണ്ടുപേരും മീറ്റിംഗ് ഹാളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യാൻ പറ്റും? ബിക്കാണ്. ഹൂ ഈസ് അപ്പോയിന്റഡ് നിയറസ്റ്റ് ടു ദ ഡ്യൂ ഡേറ്റ്, ഡ്യൂ ടൈം. ക്ലിയർ? അടുത്ത ചോദ്യം, ഇതേ സിനാരിയോയിൽ അടുത്ത ചോദ്യം, എ അപ്പോയിന്റ് ചെയ്തത് ഞായറാഴ്ച, ബി അപ്പോയിന്റ് ചെയ്തത് ബുധനാഴ്ച. വ്യാഴാഴ്ച 10 മണിക്ക് മീറ്റിംഗ് ആണ്. എക്കാണോ ബിക്കാണോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്? അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ വോട്ട് ചെയ്യാൻ പറ്റുന്നത്? സൗമ്യ, എ അപ്പോയിന്റ് ചെയ്തത് ഞായറാഴ്ച, ബി അപ്പോയിന്റ് ചെയ്തത് ബുധനാഴ്ച. നമ്മുടെ കഥ അറിയാമല്ലോ, മീറ്റിംഗ് വ്യാഴാഴ്ച 10 മണിക്ക്, അതിന്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക്. ഇപ്പൊ എയും ബിയും മീറ്റിംഗ് ഹാളിലുണ്ട്. ആർക്ക് വോട്ട് ചെയ്യാൻ പറ്റും? എക്ക്. കാരണം 48 മണിക്കൂറിന് മുമ്പ് അപ്പോയിന്റ് ചെയ്ത ആരെയാണ്? ബിയുടെ അസാധുവായിപ്പ്. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അവസാനമായിട്ടൊരു കാര്യം പറയാം, വളരെ കെയർഫുൾ ആയിരിക്കണം. മൂന്നാമത്തെ സിനാരിയോ എഗെയിൻ പറയുന്നു, വ്യാഴാഴ്ച 10 മണിക്കാണ് മീറ്റിംഗ്. ഡ്യൂ ആവുന്നത്, ഫോം കൊടുക്കേണ്ട ലാസ്റ്റ് സമയം ചൊവ്വാഴ്ച 10 മണിയാണ്. എ അപ്പോയിന്റ് ചെയ്ത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും, ബി അപ്പോയിന്റ് ചെയ്തത് ബുധനാഴ്ച രാവിലെ 10 മണിക്കും. ആ രണ്ടുപേരും മീറ്റിംഗ് റൂമിലുണ്ട്. ആർക്ക് വോട്ട് ചെയ്യാൻ പറ്റും? സൗമ്യ, രണ്ടുപേർക്കും പറ്റത്തില്ല. രണ്ട് പ്രോക്സി അസാധുവായി. ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാരണം ഇത് സ്റ്റഡി മെറ്റീരിയലില്ല, മൾട്ടിപ്പിൾ പ്രോക്സി. ഇത് ക്ലിയർ ആയോ സഞ്ജു? ക്ലിയർ ആയ ഒരു തമ്പടിച്ചത് ഭയങ്കര രസമാണ്, ഭയങ്കര രസകരമായ ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് 48 മണിക്കൂർ ഡ്യൂവിന് മുമ്പ് വേണം പ്രോക്സി അപ്പോയിന്റ് ചെയ്യാൻ. അവിടെ രണ്ടുപേരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ആളിനെക്കാട്ടിലും ആ മീറ്റിംഗ് സമയത്തിന് അടുത്ത് വന്ന അപ്പോയിന്റ്മെന്റോ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റും. ഒരാളെ 48 മണിക്കൂർ ഡ്യൂ ആവുന്നതിന് മുമ്പും ഒരാളെ 48 മണി ഡ്യൂ ആയതിനു ശേഷമാണെന്നുണ്ടെങ്കിൽ ആ ഡ്യൂ ആവുന്നതിന് മുമ്പുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പറ്റും. രണ്ടുപേരെയും 48 മണിക്കൂറിന് ശേഷമാണ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടും അസാധുവായി പോകും, രണ്ടുപേർക്ക് വോട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ മനസ്സിലോ എവിടെയെങ്കിലുമൊക്കെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ കുറിച്ചൊന്ന് ഈ എക്സാമ്പിൾ ഓർമ്മിച്ച് വെച്ചാൽ മതി. ഞാൻ ഒന്നുകൂടി പറയാം, ഈ എക്സാമ്പിളിൻ്റെ സ്റ്റോറി ഒന്നുകൂടി പറയാം. വ്യാഴാഴ്ച 10 മണിക്ക് മീറ്റിംഗ്. അപ്പോൾ 48 മണിക്കൂർ ഡ്യൂ ആവുന്നത് ബുധൻ ബാക്കിലോട്ട്, ചൊവ്വ ബാക്കിലോട്ട്, ചൊവ്വ 10 മണി. പ്രോക്സി കൊടുക്കുന്ന വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ ചൊവ്വ 10 മണിക്ക് പ്രോക്സി ലോഞ്ച് ചെയ്യും. ഓക്കെ. ആദ്യത്തെ സിനാരിയോയിൽ എ ശനിയാഴ്ച അപ്പോയിന്റ് ചെയ്തു, ബി എ ഞായറാഴ്ച അപ്പോയിന്റ് ചെയ്തു, അല്ലെങ്കിൽ എ ഞായറാഴ്ച അപ്പോയിന്റ് ചെയ്തു, ബി എ തിങ്കളാഴ്ച അപ്പോയിന്റ് ചെയ്തു. ലേറ്റസ്റ്റ് വന്നിട്ട് ബി ആണ്, ബിയുടെ വോട്ട് വാലിഡ് ആവും. രണ്ടാമത്തെ സിനാരിയോയിൽ എ അപ്പോയിന്റ് ചെയ്ത് തിങ്കളാഴ്ച, ബി അപ്പോയിന്റ് ചെയ്ത് ബുധനാഴ്ച ആണെന്നുണ്ടെങ്കിൽ എയുടെ വാലിഡ് ആവും. കാരണം എ ആണ് ഡ്യൂ ഡേറ്റിന് മുമ്പ്, മറ്റത് അസാധു.
ലാസ്റ്റ് എക്സാമ്പിളിൽ പറഞ്ഞത് ചൊവ്വാഴ്ച ഉച്ചയ്ക്കും ബുധനാഴ്ചയുമായിട്ട് 2 പേരെ അപ്പോയിന്റ് ചെയ്ത് രണ്ടും എന്തായി പോകും, അസാധായി പോകും. കാരണം 48 മണിക്കൂർ കഴിഞ്ഞു. ഒറ്റ ഷെഡ്യൂളിൽ ശ്വാസം വിടാതെ മുഴുവൻ കാര്യങ്ങളും തീർത്തിട്ടുണ്ട്. പ്രോക്സി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് തലങ്ങും വിലങ്ങും പ്രാക്ടിക്കൽസും ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഈ പറഞ്ഞ് അറിയാലോ, നമ്മൾ ക്ലാസ് കേട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഫ്രഷ് ആയിട്ടിരിക്കുന്നത് മറന്നു പോകും. അത് ഇന്ന് രാത്രിയോ കുറച്ചല്ലേ ഉള്ളൂ, 2 സെക്ഷനിൽ പഠിപ്പിച്ചുള്ളൂ. നാളെ രാവിലെയോ കൊണ്ട് തീർക്കുക. നാളെ രാവിലെ നമ്മൾ വോട്ടിംഗ് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. കോംപ്ലിക്കേറ്റഡ് എന്ന് വെച്ചാൽ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതാണ്. ദയവ് ചെയ്ത് നാളെ എല്ലാവരും ശ്രദ്ധിച്ച് എന്താണ് അറ്റൻഡ് ചെയ്യുക. അതും കൂടെ ആകുമ്പോൾ ഏകദേശം മീറ്റിംഗ് കഴിഞ്ഞു തുടങ്ങും. പിന്നെ എനിക്ക് തോന്നുന്നു ഒറ്റ ഷെഡ്യൂളിൽ മിനിറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ തീർക്കാം. ഞാൻ വീണ്ടും പറയുന്നു, വളരെ ക്വാണ്ടിറ്റി കണ്ട 1 മണിക്കൂർ എടുത്തിട്ടുള്ളൂ. വളരെ ക്വാണ്ടിറ്റി കുറച്ച്, കാരണം അതൊരു പാക്കാണ്. ഇത് ഇനി വോട്ടിംഗ് കയറത്തില്ല, പറഞ്ഞ മനസ്സിലായി. ഇപ്പോൾ കോറോ പ്രോക്സി ഒത്തിച്ച് പഠിപ്പിക്കേണ്ടതാണ്, അത് പഠിപ്പിച്ചു. അങ്ങനെ വളരെ പാക്കായിട്ടാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പോൾ അതിനെ യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ സെക്ഷൻസ് ഇവിടെ നിന്ന് തന്നെ സെക്ഷൻ പറഞ്ഞ ഓർഡറിലാണ്. 101 നോട്ടീസ്, 102 എന്താണ് എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ്, 103 കോറം, 104 എന്താണ് ചെയർമാൻ, 105 പ്രോക്സി. 101 നേരത്തെ എഴുതി കാണും നിങ്ങളെങ്കിൽ ഞാൻ ഓർഡറിൽ പറഞ്ഞ 101 നോട്ടീസ്, 102 എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ്, 103 കോറം, 104 പ്രോക്സി, 104 ചെയർമാൻ, 105 പ്രോക്സി. ഇനി ഏറ്റവും രസം നാളെ നോക്കാൻ പോകുന്നത് ഇതുപോലെയാണ്. 106 വോട്ടിംഗ് റൈറ്റ്സ്, 107 ഷോ ഓഫ് ഹാൻഡ്സ്, 108 ഇ വോട്ടിംഗ്, 109 ഡിമാൻഡ് ഓഫ് ഓൾ. എല്ലാം ഇങ്ങനെ ഓർഡറിൽ 110 വരെ ഒറ്റ ഷെഡ്യൂളിൽ പോകും. 110, 112, 113 വരെ. ഏകദേശം അത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് 118 തീരും. സോ നല്ലൊരു സെഷനായിരുന്നു. ഒരു ബ്രേക്കും ഇല്ലാതെ, ഒരു മിനിറ്റ് പോലും പോസ് ചെയ്യാതെ ഒറ്റ സ്ട്രെച്ചിലെടുത്ത് ചെയ്തു. ഇത് കേൾക്കണം, കേട്ട് നല്ലതിൽ മനസ്സിലാക്കി ഉൾക്കൊണ്ട് പഠിക്കുക. Okay, any doubts, any clarifications?